ത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. യോഹന്നാന്റെ സുവിശേഷം പഠിച്ചുകൊണ്ടിരുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അതിന്റെ 20-ന്റെ 30-31 നമ്മൾ വായിച്ചത് എഴുതിയിരിക്കുന്നതിന്റെ പർപ്പസ്, അതായത് ഇത് വായിച്ച് പാപികൾ രക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ 20:31 യേശു ദൈവപുത്രനായ ക്രിസ്തു ആണ് എന്ന് നിങ്ങൾ വിശ്വസിക്കാനും അങ്ങനെ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ നിങ്ങൾ ജീവൻ പ്രാപിക്കാനും വേണ്ടി അത്രേ ഇവ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ച യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്ന ഒരാള് രക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ യേശു ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടേമാണ്. ആക്ച്വലി അത് ദൈവം തന്നെ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു വേർഡാണ്. അത് യോഹന്നാന്റെ സുവിശേഷം ബിഫോർ കമ്മിങ് ടു 5ാം അധ്യായം എടുക്കുമ്പോൾ ഈ ദൈവപുത്രൻ എന്നുള്ള ആ ടെർമിനോളജി 5:17-18 വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് യഹൂദർ അവനെ കൊല്ലാൻ പൂർവാധികം പരിശ്രമിച്ചത്. കാരണം അവൻ ശാപത്തിനെ ലംഘിക്കുക മാത്രമല്ല ചെയ്തത്, സ്വയം ദൈവതുല്യനാക്കി ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. അപ്പൊ നമ്മുടെ പിതാവ് ദൈവം തീർച്ചയായിട്ടും സ്വർഗസ്ഥനായ നമ്മുടെ പിതാവെന്നാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ ഇത് കേട്ട യഹൂദർക്ക് അവര് ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ പല സ്ഥലത്തും കാണുന്നുണ്ട്. ദൈവം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ പിതാവെന്ന് വിളിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അങ്ങനെ ചെയ്തില്ല. പക്ഷെ ഈ കർത്താവ് വിളിച്ചപ്പോ അവർക്ക് ഡിഫറെന്റ് ആയിട്ട് തോന്നി. തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ടാണ് ദൈവത്തെ പിതാവെന്ന് വിളിച്ചതെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യനായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്നുള്ള മീനിങ്ങിലത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതാ, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അറ്റ് ദി സെയിം ടൈം ഈ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരം അത്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ, ഈ കത്തോലിക്ക സഭയില് മാതാവ് എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ മറിയം എന്നുള്ള കൺസെപ്റ്റ്, മറിയത്തെ മാതാവ് എന്ന് പറയുന്നത് ആക്ച്വലി കർത്താവിന്റെ അമ്മ അല്ലാതെ നമുക്കറിയാം. അറ്റ് ദി സെയിം ടൈം രണ്ടിനും ആധാരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് യോഹന്നാന്റെ സുവിശേഷം. ഒന്ന് കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതും, ഒന്ന് കുരിശിന്റെ ചുവട്ടിൽ നിന്നിട്ടുള്ള കാര്യങ്ങളും. ഈ നമ്മളൊന്ന് ന്യൂട്രലായിട്ട് പൊതുവെ ഈ യോഹന്നാന്റെ റൈറ്റിങ്സ് എടുക്കുമ്പോൾ അപ്പൊ ഇത് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ നിന്ന് നമ്മുടെ ചർച്ച് ട്രഡീഷൻസ്, കാരണം നമ്മൾ ഈ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റി മനസ്സിലാക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മളത് വിശ്വസിക്കുന്നില്ലെങ്കിലും ബഹുഭൂരിപക്ഷം ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു തെറ്റായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ മനുഷ്യവർഗത്തിന് ഒരു അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ആളാരാ? യോഹന്നാന അല്ലെ? യോഹന്നാന കറക്റ്റ് കർത്താവിന്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ കർത്താവിന്റെ അധരങ്ങളിൽ നിന്ന് കേട്ട ആള് യോഹന്നാന. യോഹന്നാന്റെ ഒത്തിരി ലേഖനങ്ങൾ നമുക്കുണ്ട്. പൗലോസിൻ്റെത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് യോഹന്നാന്റെ സുവിശേഷമുണ്ട്. 1 ജോൺ, 2 ജോൺ, 3 ജോൺ, പിന്നെ റെവലേഷൻ ഉണ്ട്. റെവലേഷൻ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഈ 3 ലേഖനങ്ങളിലും അങ്ങനെ ഒരു കാര്യം കർത്താവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരെയും പഠിപ്പിക്കാൻ ബാധ്യസ്ഥനാണ് യോഹന്നാൻ അതിനെക്കുറിച്ച് അല്പം പോലും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് നിഷ്പക്ഷമായിട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ആയിരുന്നില്ല അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഉടനെ നമ്മൾ വായിക്കുന്നുണ്ട്. നെക്സ്റ്റ് സെന്റൻസ് എന്താ? അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അതൊക്കെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളാണ്. അതുപോലെ കർത്തൃമേശ അല്ലെങ്കിൽ കർത്തൃമേശയെ കുർബാനയാക്കി മാറ്റി, ലോർഡ് സപ്പറിനെ കുർബാനയാക്കി മാറ്റി. യോഹന്നാൻ തിരുവത്താഴ എഴുതിയില്ല. അതുപോലെ തന്നെ കർത്താവിന്റെ ലൈഫ് ഹിസ്റ്ററി ഒന്നും എഴുതിയില്ല. കർത്താവിന്റെ സ്നാനത്തെ കുറിച്ച് എഴുതിയില്ല. അല്ലെങ്കിൽ ഈ കുർബാനയിലൊക്കെ പറയുന്ന വേർഡുകളാ, മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ജീവനില്ല. ഈ വാഗ്ദത്തം അനുസരിച്ച് ഈ കുർബാനയിൽ പങ്കുകൊണ്ട് എല്ലാവരെയും ദൈവം ഉയർപ്പിക്കട്ടെ എന്നൊക്കെ പറയുന്നിടത്തും നമുക്ക് ആ ലോർഡ് സപ്പർ എഴുതിയിട്ടില്ലാത്ത ഒരു ബുക്കിലെ ഒരു ഭാഗം എടുത്തു പറയുന്നത്. അതിനെയും കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം ആ സച്ച് ഇൻഡിപെൻഡന്റ് ആണ്. ഇത് വായിച്ച ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. അപ്പൊ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്, അതായത് യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്ന ഒരാൾക്ക് യേശുക്രിസ്തുവിന്റെ ദൈവികത്വത്തെ കുറിച്ച്
അല്പം പോലും സംശയത്തിന് അവകാശമില്ല. അപ്പൊ ഞാനൊരു സംഭവം ഞാൻ ഓർക്കുക. ഒരു സുവിശേഷം പറയാൻ പോയ ഒരാള്, ഈ പരിചയമുള്ള ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ്, ഈ മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ സുവിശേഷം പറയാൻ പോയി. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു യേശുക്രിസ്തു പ്രവാചകനാണ്, യേശുക്രിസ്തു ദൈവം അല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ സുവിശേഷം പറയാൻ പോയ ആൾ പറഞ്ഞു, യേശുക്രിസ്തു ദൈവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ ആലോചിച്ചു, ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ പറഞ്ഞത്. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പറയാൻ അത്ര ആക്സസ് ഉള്ള ആളല്ല, പക്ഷെ ഈ സുവിശേഷം പറയാൻ പോയ ഒരാൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് യേശുക്രിസ്തു ദൈവമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ രക്ഷയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ യേശുക്രിസ്തുവിന്റെ റിയൽ ആയിട്ട് ആരാന്ന് മനസ്സിലാക്കാതെ യേശുക്രിസ്തു വിശ്വസിക്കാതെ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളും രക്ഷപ്പെടില്ല, കേൾക്കുന്ന ആളും രക്ഷപ്പെടില്ല. കാരണം ജോൺ 8:24 എടുക്കുമ്പോൾ ചിന്തിക്കാറുള്ളതാണ്, പക്ഷെ അത് യോഹന്നാന്റെ സുവിശേഷത്തിലൊരു കേന്ദ്ര ബിന്ദു ആയിട്ടുള്ളൊരു വചനം. അത് ജോൺ 8:24. ഈ NIV ഒക്കെ വായിക്കുകയാണെങ്കിൽ ഇച്ചിരിയോടെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എല്ലാത്തിലും മീനിങ് ഒന്ന് തന്നെ. അത് മലയാളത്തിൽ നിന്ന് വായിക്കും. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അത് ഞാൻ ആകുന്നു, അതായത് ഐ ആം എന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ചതാണ് എക്സോഡസില് 3:14 മോശ ചോദിക്കുന്നതിന്റെ പേരെന്താണ്, എന്താണ് ഞാൻ ഇസ്രായേൽക്കാരോട് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുന്ന ഐ ആം ഹു ഐ ആം. അതിന് മീനിങ് ഐ ആം എറ്റേണൽ ബീങ്, ഞാൻ എറ്റേണലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളെന്ന വാക്കിന്റെ അർത്ഥം. അത് അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആകുന്നു എന്ന്. ആ സെയിം വേർഡാ ഐ ആം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് യേശുക്രിസ്തു എങ്ങനെയെങ്കിലും ഒരു യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമ്മൾ രക്ഷപ്പെടില്ല. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. ജോൺ 8:24 ഈ ട്രാൻസ്ലേഷനിൽ വായിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. 8:24 that is why I told you that you will die under the curse of your sins, for if you do not believe that I am he who I claim to be, if you do not adhere to trust in me and rely on me, you will die in your sins. Apo if you do not believe that the one I claim myself to be, അപ്പൊ യേശുക്രിസ്തുവിന്റെ ക്ലെയിമുകൾ അല്ല ഏതെങ്കിലും ഇപ്പം 100 കണക്കിന് യേശുക്രിസ്തുമാർ പ്രസംഗിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഈ നമ്മളെ സംബന്ധിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അതാണ് യോഹന്നാൻ പറഞ്ഞത്, വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നത്. യോഹന്നാൻ വിശ്വസിക്കുക എന്നുള്ള വേർഡ് മോർ ദാൻ 100 ടൈംസ് ഉപയോഗിച്ചിട്ടുണ്ട് സുവിശേഷത്തിൽ. വിശ്വസിച്ച് വിശ്വാസമാണ് രക്ഷയ്ക്ക് അടിസ്ഥാനം, നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് പാർട്ട് ചിന്തിച്ചതാണ്, അതിന്റെ ഫുള്ള് ചിന്തിച്ചില്ല. ഇതാ ചിന്തിച്ചത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ഈ ഫസ്റ്റ് 2 സെന്റൻസില് ഇൻ ദി ബിഗിനിങ് വാസ് ദി വേർഡ് ആൻഡ് ദി വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദി വേർഡ് വാസ് ഗോഡ്. ഫസ്റ്റ് സെന്റൻസ് 3 കാര്യമാവും എല്ലാം പറയുന്നത്. ആലോചിച്ച് നോക്ക്. നമ്മൾ ചിന്തിച്ചത് ഇൻ ദി ബിഗിനിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻ ദി ബിഗിനിങ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചത് അതായത് ഒരു സമയം ഉണ്ടായിരുന്നു, ദൃശ്യമായിട്ടുള്ള ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ ചിന്തിച്ചതാ ഹീബ്രൂസ് 11 അദൃശ്യമായവയിൽ നിന്ന് ദൃശ്യമായവയെ ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയ സമയത്ത് ആരുണ്ട്? വേർഡ് ഉണ്ട്. മീൻസ് ഇനീഷ്യലി നമ്മൾ ചിന്തിക്കുമ്പോൾ വേർഡ് ഉണ്ട്. ദാറ്റ് മീൻസ് ഈ എറ്റേണിറ്റിന്ന് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള കാലത്തുനിന്ന് ടൈമുള്ള ഒരു കാലം തുടങ്ങുന്ന സമയത്ത്, അതായത് ഈ ടൈം തുടങ്ങുന്നതിന് മുമ്പ് വേർഡ് ഉണ്ട്. ദാറ്റ് മീൻസ് ഈ ടൈമിന്റെ സ്പേസിന്റെയും ടൈം ആൻഡ് സ്പേസിന്റെ അതിന്റെ ഒരു പാർട്ടല്ല ആര്? വേർഡ്. ദാറ്റ് മീൻസ് ഹി വാസ് എറ്റേണൽ ആയിട്ടുള്ളത് ദൈവം മാത്രമേ ഉള്ളൂ. യോഹന്നാന്റെ നമ്മളൊന്ന്, കാരണം നമ്മൾ ഈ ട്രൂത്ത് നമ്മളെല്ലാവരും വിശ്വസിച്ചേ പറ്റും. അല്ല അതിനകത്ത് അറിവുള്ളവരോ അറിവ് കൂടിയവരോ എന്നൊന്നും ഇല്ല. കാരണം അങ്ങനെയൊന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു ബേസിക് ട്രൂത്ത് ജോണിന്റെ 1-5 വിശ്വസിക്കാതെ ആർക്കും രക്ഷ പ്രാപിക്കാൻ പറ്റത്തില്ല. അതാ യോഹന്നാൻ ഫോർവേഡ് ചെയ്തിരിക്കുന്ന യേശുക്രിസ്തു. നോക്ക്, അപ്പൊ യേശുക്രിസ്തു എന്നുണ്ട്, അതായത് എല്ലാ സൃഷ്ടിക്കും മുമ്പുണ്ട്. അത് നമ്മൾ വായിച്ച ജോൺ 17 നമ്മൾ വായിക്കുന്നുണ്ട്, ലോകം ഉരുവാക്കപ്പെടും മുമ്പ് എനിക്ക് നിന്നോടൊത്തുണ്ടായിരുന്നു മഹത്വം. അപ്പൊ ആ ബേസിൽ ചിന്തിക്കുമ്പോഴാണ് ഈ ബൈബിളിലൊന്നും എന്താ പറയുന്നത് ക്രിസ്മസ് ഇല്ലാത്ത.
കാരണം യേശു ക്രിസ്തു എന്നുണ്ട്. അതുകൊണ്ടാണ് ദി വേർഡ് 14ാം സെന്റൻസില് നമുക്ക് ദൈവത്തിന് മാറ്റമില്ല. ദൈവം എവർ എക്സിസ്റ്റിംഗ് ആണ്, ഒരിക്കലും മാറ്റമില്ല. നമ്മൾ വായിക്കുന്നുണ്ട്, യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഒരിക്കലും മാറ്റമില്ലാത്തത്. അതുകൊണ്ട് ഈ വേർഡ് പതുക്കെ രൂപാന്തരപ്പെട്ട് മനുഷ്യനായിട്ട് വന്നല്ല. അതുകൊണ്ട് ആ വേർഡ് 14 വായിക്കുമ്പോൾ ജോൺ 1:14 പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ദി വേർഡ് അല്ല, അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഇത്തിരി നല്ല കറക്റ്റാ. ദി വേർഡ് ബിക്കെയിം. അപ്പൊ വേർഡ് അവിടെ ഉണ്ട്. വേർഡ് ബിക്കമിങ് അല്ല, അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ട് മാറി വന്നല്ല. വേർഡ് ബിക്കമിങ് ഒന്നുമല്ല. അത് ആ വേർഡ് അവിടെ ഉണ്ടായിരുന്നു, എറ്റേണലി എക്സിസ്റ്റിംഗ്. ഇറ്റ് ബിക്കെയിം. ദി വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് ഡ്വെൽറ്റ് അമോങ് us. അപ്പൊ യോഹന്നാൻ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന 3 പോയിന്റ് നമ്മൾ അറിഞ്ഞേ പറ്റൂ. അതായത് പ്രീ എക്സിസ്റ്റൻസ് ഓഫ് വേർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പിന്നീട് 14ാം സെന്റൻസിലാണ് കാണുന്നത്. ആ വേർഡ് ബിക്കെയിം ഫ്ലഷ് ആയതായിരുന്നു യേശു ക്രിസ്തു. അപ്പൊ ഈ വേർഡ് പ്രീ എക്സിസ്റ്റിംഗ് ആണ്. പ്രീ എക്സിസ്റ്റിംഗ് ഇൻ ദി സെൻസ് എല്ലാ സൃഷ്ടിക്കും മുമ്പുള്ളവനാണ് അവൻ. കൊളോസ്യയിലാണ്. ഈ പൗലോസിന്റെയും യോഹന്നാന്റെയും കൂടെ ലേഖനങ്ങൾ എടുക്കുമ്പോഴാണ് യേശു ക്രിസ്തു ആരാന്ന് നമുക്ക് ആധികാരികമായിട്ട് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ആ ബൈബിൾ വെളിപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ കർത്താവ് പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. നമ്മൾ എന്തെല്ലാം യേശു ക്രിസ്തുമാരെ കാണുന്നത് ഇവിടെ. അപ്പമായിട്ട് ലോകത്തിൽ വാഴുന്ന യേശു ക്രിസ്തു ഉണ്ട്, സ്വർലോരാജ്ഞിയുടെ മകനായിട്ടുള്ള യേശു ക്രിസ്തു ഉണ്ട്. എന്തെല്ലാം യേശു ക്രിസ്തുമാരാ ലോകത്തിൽ. ദെൻ ഈ ഭൂമിയില് മെറ്റീരിയൽ പ്രോസ്പെരിറ്റി തരുന്ന ഒരു യേശു ക്രിസ്തു ഉണ്ട്. പക്ഷെ കർത്താവ് പഠിപ്പിച്ചത് എന്റെ രാജ്യം ഇവിടെ അല്ലാന്ന്, വരാനിരിക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കാൻ അപ്പസ്തലന്മാർ പഠിപ്പിച്ചത്. അപ്പം പല ആട്രിബ്യൂട്ടുകൾ കൊണ്ട് പല യേശു ക്രിസ്തുമാർ ഇന്ന് ലോകത്തിലുണ്ട്. അപ്പോ പ്രീ എക്സിസ്റ്റൻസിന്റെ തെളിവാണ് ഇത്. ഈ സൃഷ്ടി തുടങ്ങുന്ന സമയത്ത് അല്ലെ ബിഗിനിങ്ങില് ദി വേർഡ് ഈസ് എന്നല്ല, ദി വേർഡ് വാസ് ദെയർ. പ്രീ എക്സിസ്റ്റിംഗ് ആയിരുന്നു. രണ്ടാമത്തെ കാര്യം എന്താ? കോ എക്സിസ്റ്റിംഗ് ആയിരുന്നു. കാരണം അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? ആൻഡ് ദി വേർഡ് വാസ്. അത് ചിന്തിച്ചു നോക്ക്. ത്രിത്വത്തെ കുറിച്ചുള്ള അത് നമ്മൾ അറിയേണ്ട. കാരണം ബൈബിളിലെ ദൈവം എന്ന് പറയുന്നത് ത്രിയേക ദൈവം അല്ലാതെ ഈ ഏകനായിട്ടുള്ള ദൈവം അല്ലാതെ. കാരണം ഏകൻ ഇൻ ദി സെൻസ് ഏക ദൈവമാണ്, പക്ഷെ അതിനകത്തുള്ള 3 പേഴ്സണാലിറ്റീസ് ഇല്ലാത്ത ഒത്തിരി ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുണ്ട്. ഒരു പെന്റിക്കോസ്റ്റൽ ഗ്രൂപ്പ് തന്നെയുണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് അവർ പഠിപ്പിക്കുന്നത് ഈ പിതാവ് തന്നെ പല ഫോമുകളിൽ വന്നേക്കുന്നതാണ്. പുത്രനായിട്ട് വന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവായിട്ട് വന്നിട്ടുണ്ട്. ത്രിത്വം ഡിനൈ ചെയ്യുന്ന ഒരു പെന്റിക്കോസ്റ്റൽ ഗ്രൂപ്പ് ഉണ്ട്. എന്താ യൂണി എന്ന പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അതിനകത്ത് 25 മില്യൺ ബിലീവേഴ്സ് ഉണ്ട് അതിനകത്ത്. അതായത് ത്രിത്വത്തിൽ വിശ്വസിക്കാത്ത ക്രിസ്ത്യാനികൾ എന്ന് പറയപ്പെടുന്ന, അതിനൊന്നും ക്രിസ്ത്യാനിറ്റി ആയിട്ടൊരു ബന്ധമില്ല. അപ്പൊ ഇതിനകത്ത് പറഞ്ഞേക്കുവാണ് വേർഡ് വാസ് വിത്ത് ഗോഡ്. ഇമ്മീഡിയറ്റ്ലി പറഞ്ഞേക്കാം വേർഡ് വാസ് ഗോഡ്. അപ്പോ വേർഡ് ഗോഡാണ്. വേർഡ് വാസ് വിത്ത് ഗോഡ്. ദാറ്റ് മീൻസ് അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ദൈവം ഉണ്ടെന്നല്ല. ദാറ്റ് ഷോസ് ദി പ്ലൂറലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. നമ്മൾ ഉൽപ്പത്തി 1 വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജലത്തിനുമേൽ ജലോപരി വ്യാപരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ സൃഷ്ടിയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, എന്നിട്ട് 4ാം സെന്റൻസ് നമ്മൾ വായിക്കാം 3. All things were made through him and without him nothing was made that was made. അപ്പൊ അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല, അവൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചു. അപ്പോ നമുക്കറിയാം ബൈബിളില് ഇവിടെ പറഞ്ഞിരിക്കുന്ന വേർഡാണ് എല്ലാം സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ത്രൂ ഹിം എവറിത്തിങ് വാസ് ക്രിയേറ്റഡ്. നമ്മൾ ഈ ഹീബ്രൂസും കൂടെ വായിക്കുമ്പോൾ, ഹീബ്രൂസ് 1 എടുക്കുമ്പോൾ, അപ്പൊ യേശുക്രിസ്തു ദൈവം തന്നെയാണ്, അല്ലെങ്കിൽ ദി ഇൻകാർണേഷൻ ഓഫ് ഗോഡ് ആണ് എന്ന് ഉള്ള അസന്നിഗ്ധമായിട്ടുള്ള ഡൗട്ട്ലെസ് ആയിട്ടുള്ള ഒരു ബേസ് നമുക്കില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കില്ല. യേശുക്രിസ്തു ദൈവമാണോ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു സംശയം, അല്ലെങ്കിൽ കർത്താവ് പറയുന്നുണ്ട് നീ എന്തുകൊണ്ട് എന്നെ നല്ലവൻ വിളിച്ചു, ദൈവം അല്ലാതെ വേറെ ആരും നല്ലവനില്ല, ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു അല്പം ഫ്ലക്ച്വേറ്റിംഗ് ആണ് നമ്മുടെ ഫെയ്ത്ത്. യേശുക്രിസ്തു ദൈവം എന്നുള്ള കാര്യത്തിൽ ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ പാപങ്ങളിൽ മരിക്കും. അതാണ് നമ്മൾ അറിയേണ്ടത്. ഹീബ്രൂസ് 1 അപ്പൊ പൂർവ്വകാലങ്ങളിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് പലപ്പോഴും പല വിധത്തിലും പ്രവാചകരിലൂടെ സംസാരിച്ചു. അപ്പോൾ പഴയ നിയമകാലത്ത് വേർഡ് പല രീതിയിൽ വന്നിട്ടുണ്ട്, പ്രവാചകരിലൂടെ പിതാക്കന്മാരിലൂടെ ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിലാകട്ടെ താൻ ആരെ എല്ലാറ്റിൻ്റെയും അവകാശിയായി നിയമിച്ചുവോ ആ പുത്രനിലൂടെ ദൈവം സംസാരിച്ചിരിക്കുന്നു. അവനിലൂടെയാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചതും. കണ്ടോ? അപ്പോൾ അവനിലൂടെയാണ്. അപ്പൊ ദൈവമാണ് ദി എറ്റേണൽ ഗോഡ് ഈസ് ദി ക്രിയേറ്റർ.
ആൻഡ് ത്രൂ ദി വേർഡ്, അല്ലെങ്കിൽ അവനിലൂടെയാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്. ആൻഡ് ഉൽപ്പത്തി 1 നമ്മൾ കാണുവാണ് ഹോളി സ്പിരിറ്റിന്റെ പാർട്ട് ഇൻ ദി പ്രോസസ് ഓഫ് ക്രിയേഷൻ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ദി എറ്റേണൽ ഗോഡ് എന്ന് ബൈബിൾ പറയുന്ന എറ്റേണൽ ഗോഡ് ത്രൂ ദി വേർഡ് അല്ലെങ്കിൽ ബൈ ദി വേർഡ് എവറിത്തിങ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് വിത്ത് ദി പ്രസൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബേസ് നമുക്ക് നമ്മുടെ വിശ്വാസത്തിന് ഇല്ലെങ്കിൽ, വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ശക്തിയാണ് നമുക്ക്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറൽ ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും രക്ഷിക്കപ്പെട്ടെന്നൊക്കെ വിചാരിച്ച് ജീവിക്കും. പക്ഷെ യോഹന്നാൻ പറഞ്ഞേക്കുന്നത്, ആ യോഹന്നാൻ പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പാപങ്ങളിൽ മരിക്കും. അപ്പൊ ഹീബ്രൂസിൽ പറഞ്ഞേക്കുവാണ്, അപ്പൊ അവൻ മുഖാന്തരമാണ് സകലതും സൃഷ്ടിച്ചത്. എന്നിട്ട് ഒരു കാര്യം കൂടെ ഹീബ്രൂസ് 1:3 പറയുന്നുണ്ട്, ദൈവം ലോകത്തെ അവൻ ദൈവത്തിന്റെ മഹത്വം പ്രസരിപ്പിക്കുന്നു, ദൈവത്തിന്റെ സത്തയുടെ മുദ്ര തന്നെ പേർന്നു, അവൻ തന്റെ ശക്തിയുടെ വചനത്താൽ പ്രപഞ്ചത്തെ നിലനിർത്തുന്നു. ഇന്ന് ഇതിന്റെ മെയിൻറ്റെയിനിങ്, ആ ക്രിയേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാ? ത്രൂ ദി വേർഡ് ആണ്. അപ്പോ ത്രൂ ദി വേർഡ് ഗോഡ് ക്രിയേറ്റഡ് ദി വിസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ടൈം ബൗണ്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ ടൈമും സ്പേസും ഉള്ളതിനെ ത്രൂ ദി വേർഡ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാ? ഈ വേർഡ് തന്നെയാണ്. അപ്പൊ ഓൾഡ് ടെസ്റ്റാമെന്റിൽ അതാ നമ്മളൊന്നോടെ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ കണ്ടു, കർത്താവായ യേശുക്രിസ്തു വഴിയാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചത്. കൊളോഷ്യൻസ് 1 എടുക്കുമ്പോൾ അപ്പൊ യേശുക്രിസ്തുവിന്റെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മൾ രക്ഷപ്പെടത്തില്ല. അതിന്റെ 15 തുടങ്ങി വായിക്കുമ്പോൾ, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ്, സർവ്വ സൃഷ്ടികളിലും ആദിജാതൻ. മീൻസ് സർവ്വ സൃഷ്ടികളിലും ആദിജാതൻ എന്ന് പറഞ്ഞാൽ ഹീസ് ദി ബിഗിനർ ഓഫ് ക്രിയേഷൻസ് എന്നുള്ള അർത്ഥത്തിലാണ്. എല്ലാ സൃഷ്ടിക്കും ആരംഭം ഇട്ടവൻ അവനാണ്. ഹീസ് ബിഗിനർ ഓഫ് ദി ക്രിയേഷൻ. സർവ്വ സൃഷ്ടിക്കും ബിഗിനറാണ്. അവനിലാണ് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള ദൃശ്യവും അദൃശ്യവുമായ സകലതും സൃഷ്ടിക്കപ്പെട്ടത്. സിംഹാസനങ്ങളും ആധിപത്യങ്ങളും പ്രഭുത്വങ്ങളും അധികാരങ്ങളും അവനിലൂടെ അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാറ്റിനും മുമ്പുള്ളവനാണ് അവൻ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അല്ലാതെ യേശുക്രിസ്തു ഈശോമറിയം യൂസപ്പ എന്ന് പറയുന്ന യേശുക്രിസ്തു അല്ല ഇത്. അല്ലെങ്കിൽ 2000 വർഷം മുമ്പ് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉരുവായ യേശുക്രിസ്തു അല്ല ഇത്. ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തു ഹീസ് എറ്റേണൽ ഗോഡ്. എറ്റേണൽ ഗോഡ് ആണ്. കാരണം ഇവിടെ പറഞ്ഞേക്കുന്നു യേശുക്രിസ്തു ഹീസ് ദി ക്രിയേറ്റർ. ഓൾഡ് ടെസ്റ്റാമെന്റിൽ ബൈബിളിനെ ക്രിയേറ്റർ എന്ന് സോ മെനി സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് അല്ലേ. ബൈബിളിൽ ഐസയ എടുത്താലും 1-2 സ്ഥലം നമ്മൾ എടുക്കുന്നത് നല്ലത്. ഐസയ 40:26 എടുക്കുമ്പോൾ ബൈബിൾ ത്രൂ ഔട്ട് ഉണ്ട്, നമുക്കറിയാവുന്ന ഹീസ് ദി ക്രിയേറ്റർ. അപ്പൊ യേശുക്രിസ്തുവിന് അതേ ആട്രിബ്യൂട്ട് നമ്മൾ ന്യൂ ടെസ്റ്റാമെന്റിൽ കാണുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഹീസ് ദി സെയിം എറ്റേണൽ ക്രിയേറ്റർ. ഐസയ 40 നോക്കിപ്പോ 40:26 നിങ്ങൾ ഉന്നതത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കൂ, ആരാണ് ഇവ സൃഷ്ടിച്ചത്? അവൻ അവയുടെ സൈന്യത്തെ കണക്കനുസരിച്ച് പുറത്തു കൊണ്ടുവരികയും അവയെ എല്ലാം പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിൽ പറഞ്ഞേക്കുന്നേ, നിങ്ങൾ ഉന്നതത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കൂ, ആരാണ് ഇവ സൃഷ്ടിച്ചത്? ക്രിയേറ്റർ എന്നുള്ള ആ ആട്രിബ്യൂട്ട് ആണ് അവിടെ നമ്മൾ കാണുന്നത്. 41:20 കർത്താവിന്റെ കരമാണ് ഇത് ചെയ്തതെന്ന്, ഇസ്രായേലിന്റെ പരിശുദ്ധനായവനാണ് ഇത് സൃഷ്ടിച്ചതെന്ന് അങ്ങനെ ജനങ്ങൾ കണ്ടറിഞ്ഞു മനസ്സിലാക്കും. അത് ഇസ്രായേലിന്റെ പരിശുദ്ധനായവനാണ് ഹി ഹാസ് ക്രിയേറ്റഡ്. ഈ ക്രിയേറ്റഡ് എന്ന് പറയുന്നത് ഇല്ലായ്മ. അപ്പൊ ഹീസ് ദി ക്രിയേറ്റർ. ദെൻ ഈ 42:5 വായിക്കുമ്പോ, ആകാശങ്ങളെ സൃഷ്ടിക്കുകയും അവയെ നിവർത്തുകയും ചെയ്ത കർത്താവായ ദൈവം, ഭൂമിയെയും അതിൽ നിന്നുള്ളവയെയും രൂപപ്പെടുത്തിയവൻ, ഭൂമിയിലെ ജനങ്ങൾക്ക് ശ്വാസവായുവും ഭൂമിയിൽ നടക്കുന്നവർക്ക് ചൈതന്യവും നൽകിയവൻ അരുൾ ചെയ്യുന്നു. അതെ. അപ്പൊ അവിടെ അതായത് ഓൾഡ് ടെസ്റ്റാമെന്റില് ദി എറ്റേണൽ ഗോഡ് ഈസ് ദി ക്രിയേറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ന്യൂ ടെസ്റ്റാമെന്റിൽ കർത്താവ്
അവനിലൂടെ സകലതും ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായില്ല, എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അവനിലൂടെയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്, അതായത് യേശുക്രിസ്തു റിയലി ആരാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് യോഹന്നാന്റെ സുവിശേഷത്തിൽ പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്ന യേശുക്രിസ്തു സംശയത്തിന് ഇടയില്ലാത്ത ദൈവമായിരിക്കുന്ന യേശുക്രിസ്തു. പൗലോസിന്റെ റൈറ്റിംഗ്സിലുണ്ട്, നമുക്കറിയാം. ടൈറ്റസ് 2:13 വായിക്കുമ്പോൾ അതൊന്ന് വായിച്ചപ്പോ അതോടെ ഒന്ന് വായിക്കും. ടൈറ്റസ് 2 കാരണം നമ്മൾ ആ യേശുക്രിസ്തുവിന്റെ മഹാത്മ്യത്തിൽ അഭിമാനം കൊള്ളേണ്ടവരും, അല്ലെങ്കിൽ അവിടെ യേശുക്രിസ്തു പ്രവാചകനാണെന്നും അതാണെന്നും ഇതാണെന്നൊക്കെ പറയുമ്പോൾ, അല്ല യേശുക്രിസ്തു സൃഷ്ടിക്കപ്പോ ഫോർ എക്സാമ്പിൾ മർമോണിസം യഹോവ സാക്ഷി, ഇവർ രണ്ടുപേരും യേശുക്രിസ്തു സൃഷ്ടിയാന്ന് പഠിപ്പിക്കുന്നവരാ. മർമോണിസത്തിലെ യേശുക്രിസ്തു ആദത്തെ പോലെ തന്നെ സൃഷ്ടിക്കപ്പെട്ട ഒരാളെന്ന് മർമോണിസം. നമുക്ക് ഇവിടെ എല്ലാം ഉണ്ട് മർമോണിസം. ഇവിടുത്തെ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് മർമോണിസാ. അപ്പൊ അന്ന് വായിച്ചപ്പോ ടൈറ്റസ് 2:13 നമ്മുടെ അനുഗ്രഹീതമായ പ്രത്യാശയെ നമ്മുടെ മഹാദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ ആഗമനത്തെ നാം കാത്തു കഴിയുന്നു. അതെ, നമ്മുടെ മഹാദൈവം, Almighty God, the great God and Savior. Then Romans 9 എടുക്കുമ്പോൾ, ഇത് യോഹന്നാന്റെ സുവിശേഷത്തെ പൗലോസിന്റെ റൈറ്റിംഗ്സിൽ എഴുതിയേക്കുന്ന ഒരു സപ്പോർട്ടിങ് എടുക്കുന്നുള്ളൂ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നിന്നിട്ടാ പഠിക്കുന്നത്. 9:5 റോമൻസ് 9:5 പൂർവ്വപിതാക്കന്മാർ അവരുടേതാണ്. അവരുടേന്ന് പറഞ്ഞിരിക്കുന്ന അല്ലേ അവിടെ പോകും യഹൂദല്ലേ. പൂർവ്വപിതാക്കന്മാരുടെ അവരുടേതാണ്. ശാരീരികമായി ക്രിസ്തുവും അവരുടെ വംശജനാണ്. സർവത്തിന്റെയും ദൈവമായ അവൻ നിത്യം വാഴ്ത്തപ്പെടട്ടെ. സർവത്തിന്റെയും ദൈവമായ അവൻ നിത്യം വാഴ്ത്തപ്പെട്ടെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും യേശു ക്രിസ്തുവിന്റെ റിയൽ പേഴ്സണാലിറ്റിയെ കുറിച്ച് ഒരു ആധികാരികം ഉറപ്പുമായിട്ടുള്ള ഒരു അടിസ്ഥാനം നമുക്കില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പാപങ്ങളിൽ മരിച്ചു പോകും. ഇപ്പൊ ഹീബ്രൂസിൽ നമ്മൾ വായിക്കുകയാണ്, അവൻ പാപത്തിന് പരിഹാരം ചെയ്തതിന് ശേഷം, ഹീബ്രൂസ് 1 ഒന്നോടെ നോക്കുക. ഹീബ്രൂസ് 1 അതിന്റെ 3 വായിച്ചപ്പോ, അത് നമ്മൾ ഇപ്പൊ വായിച്ചു തന്നെ മുഴുവൻ വായിച്ചാൽ മതി. അവൻ ദൈവത്തിന്റെ മഹത്വം പ്രസരിപ്പിക്കുന്നു, ദൈവത്തിന്റെ സത്തയുടെ മുദ്ര തന്നെ വേറുന്നു. അവൻ തന്റെ ശക്തിയുടെ വചനത്താൽ പ്രപഞ്ചത്തെ നിലനിർത്തുന്നു. പാപങ്ങൾക്ക് വേണ്ടി ശുദ്ധീകരണം നടത്തിയ ശേഷം അവൻ ഉന്നതത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. നമുക്ക് പാപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശുദ്ധീകരണം ദൈവം തന്നെ നിറവേറ്റി. അപ്പൊ അതുകൊണ്ടാണ് ഈ നമ്മുടെ രക്ഷാകര പദ്ധതിയിൽ പാപങ്ങൾക്കുള്ള ശുദ്ധീകരണം ദൈവം തന്നെ നിറവേറ്റിയത് കൊണ്ടാണ് നമ്മുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പില് മനുഷ്യനൊരു റോളും ഇല്ല, അല്ലെങ്കിൽ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു ഇത് മനുഷ്യന് അസാധ്യമാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പ് മനുഷ്യന് അസാധ്യം. കാരണം ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഈ പാപത്തെക്കുറിച്ച്, പാപത്തിന്റെ ഗൗരവം നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തത് കൊണ്ടാണ് മനുഷ്യന്റെ ആ പാപപരിഹാരം ചെയ്യാനുള്ള മനുഷ്യന്റെ ഇൻകേപ്പബിലിറ്റി ചിന്തിക്കാത്തത്. എന്നാലോചിച്ച് നോക്ക്, ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ ഇംപെർഫെക്ഷന്റെ റീസൺ എന്താ? പാപം നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞ സിംഗിൾ സിൻ, അല്ലെങ്കിൽ ആദം അല്ലെങ്കിൽ ഔവ ആണ് പാപത്തിന്റെ ലീഡ് ചെയ്തത്, പാപം ചെയ്തത്. അങ്ങനെയാണല്ലോ നമ്മൾ വായിക്കുന്നത്. ആദ്യം വഞ്ചിക്കപ്പെട്ടത് ഔവയാണ്. പിന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആട്രിബ്യൂട്ട് ചെയ്യുന്നിടത്താണ് ആദം മുഖാന്തരം പാപം വന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് തന്നെ രണ്ടും എഴുതിയേക്കുന്നത്. റോമാലേഖനം എഴുതി, റോമാലേഖനത്തിൽ ആദം വഴി വന്നെന്ന് എഴുതി. ഫസ്റ്റ് തിമോത്തിയില് ആദ്യം വഞ്ചിക്കപ്പെട്ടത് ഔവയാണെന്ന് പറഞ്ഞു. അപ്പൊ നോക്ക്, നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ ഒരു പാപം മുഖാന്തരം നമ്മളതിന്റെ പണിഷ്മെന്റുകളോ അല്ലെങ്കിൽ ശാപങ്ങളോ ഒക്കെ കാണുന്നുണ്ട്. ഭൂമി മുഴുവൻ ശപിക്കപ്പെട്ടു. ഈ ഭൂമിയിൽ കാണുന്ന ഈ സുനാമിക്കും എർത്ത് ഈ നാച്ചുറൽ കലാമിറ്റീസിനും എല്ലാം കാരണം ആ ഒരു സിന്നാണെന്ന് നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ് നമ്മൾ പാപത്തെ ലൈറ്റായിട്ട് പലപ്പോഴും എടുക്കുന്നത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പാപക്ഷമ ദൈവം തന്നെ ചെയ്തു, പാപക്ഷമ കിട്ടും, നമുക്കും പാപക്ഷമ കിട്ടും. പക്ഷെ ഈച്ച് സിൻ, നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കൺസീക്വൻസസ് നമ്മൾ ചിന്തിക്കുന്നില്ല, നമുക്ക് അറിയുമില്ല. അറ്റ് ദി സെയിം ടൈം പാപത്തിന് സീരിയസ് ആയിട്ടുള്ള കൺസീക്വൻസ് ഉണ്ട്. അത് നമ്മൾ ഈ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഈ പാപത്തെക്കുറിച്ചും പാപത്തിന്റെ കൺസീക്വൻസിനെ കുറിച്ചും ആരും പഠിപ്പിക്കുകയും ചെയ്യാത്തതുകൊണ്ട് മനുഷ്യൻ പാപത്തെ ലൈറ്റ് ആയിട്ട് എടുക്കുക. അതായത് ആ ഒരൊറ്റ പാപം മുഖാന്തരം നോക്ക്, സ്ത്രീ പ്രസവവേദന അനുഭവിക്കണം, അല്ലെങ്കിൽ ഐ വിൽ ഗ്രേറ്റ്ലി മൾട്ടിപ്ലൈ ബൈ ദി
സോറോസ് ഇൻ ചൈൽഡ് ബെയറിങ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഭൂമി ശപിക്കപ്പെട്ടു. ദെൻ ആദത്തിന് നമുക്ക് ഇന്നുള്ള ഒരു ജീവി അധ്വാനിച്ചിട്ടല്ല, അത് മനുഷ്യൻ പിടിച്ച് അധ്വാനിപ്പിക്കുന്ന, അതർവൈസ് ഒരു കാട്ടുപോത്ത് അധ്വാനിച്ചിട്ടല്ല ഭക്ഷണം കഴിക്കുന്നത്, ആണോ? സിംഹം അധ്വാനിച്ചിട്ടല്ല ഭക്ഷണം കഴിക്കുന്നത്. ഇര പിടിക്കാൻ പോകുന്നുണ്ട് ഓഫ് കോഴ്സ്. അല്ലെങ്കിൽ ഈ പുല്ല് തിന്നുന്ന പശു അധ്വാനിച്ചിട്ടല്ല കഴിക്കുന്നത്. നോക്ക്, മനുഷ്യന് ഈ എല്ലാ സഫറിങ്ങും ഈ അധ്വാനങ്ങളെല്ലാം വന്നത് മനുഷ്യന്റെ പാപങ്ങളുടെ ഒരു ഫലമല്ല, വൺ സിൻ. ദെൻ ചിന്തിച്ചു നോക്ക്, മനുഷ്യൻ ശരി, അവ്വ പാപം ചെയ്തു, അല്ലെങ്കിൽ ആദം പാപം ചെയ്തു. ഈ പശുവിനും ഉണ്ട് പ്രസവവേദന, ഇല്ലേ? ഇല്ലേ? ആനയ്ക്കും ഉണ്ട് പ്രസവവേദന. ഇറ്റ്സ് എ കൺസീക്വൻസ് ഓഫ് ദാറ്റ് വൺ സിൻ. നമുക്ക് കൽപ്പക വൃക്ഷം എന്ന തെങ്ങിനെ കുറിച്ച് പറയാറുണ്ട്, പക്ഷെ 100 വർഷം കഴിയുമ്പോൾ ഇതും ഇറ്റ് വിൽ ഡൈ. പ്ലാവ് ചത്തുപോകും. ഈ നേച്ചറിന് ഡീക്കേ വന്നത് എങ്ങനെയാണ്? ബിക്കോസ് ഓഫ് വൺ സിൻ. ഈ നേച്ചറിനെ ദൈവം റിജക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഈ ഭൂമിയെ ദൈവത്തിന് ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത പോലെ തിന്മയായി തീർന്ന് ഇനി ഉപയോഗിക്കണമെങ്കിൽ ഇതിനെ മുഴുവൻ തീയിലിട്ട് ചുട്ടെടുക്കണം, അല്ലെങ്കിൽ ഇത് മുഴുവൻ കത്തിച്ചാമ്പലായിട്ട് പുതിയൊരു ആകാശത്തെയും. ഈ ഭൂമി ടോട്ടലി ദൈവത്തിന് അൺഅക്സെപ്റ്റഡ് ആയത് ബിക്കോസ് ഓഫ് വൺ സിൻ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എഴുതിയേക്കുന്ന പാപത്തിന് പരിഹാരം ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് പാപത്തെക്കുറിച്ച് തീരെ ബോധമില്ല. നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി ഞാൻ പറയുന്നു. 1 Corinthians 15:33 വായിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വേർഡ്, വായിക്കുമ്പോ, ദുഷ്ടസംസർഗം ധാർമ്മികതയെ നശിപ്പിക്കുന്നു. നിങ്ങൾ സദ്ബുദ്ധികളാകൂ, ഇനി പാപം ചെയ്യരുത്. നിങ്ങളിൽ ചിലർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവേ ഇല്ല. നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. അതെ, അതായത് കൊറിന്തോസിലെ വിശ്വാസികൾ അവർ രക്ഷിക്കപ്പെട്ടവരാ. കാര്യത്തിരി ഇമ്മച്യൂരിറ്റി ഒക്കെ ഉണ്ടെങ്കിലും അവർ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരാണ്, ദൈവത്തിന്റെ മക്കളാണ്, അവർ ശിശുക്കളാണ്. ഓഫ് കോഴ്സ് അറ്റ് ദി സെയിം ടൈം അവരോട് പറയുകയാണ്, അത് അഡ്രസ് ചെയ്തേക്കുന്ന എല്ലാവർക്കും നമ്മൾ വായിക്കുന്നുണ്ട്. 1:1 1 Corinthians 1:1 സത്യവേദ പുസ്തകത്തിലാണ് ഇവിടെയും അവിടെയും ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും എഴുതിയേക്കുന്നത്. അതിൽ പറയുവാണ്, നിങ്ങൾ സദ്ബുദ്ധികളാകും, നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവേ ഇല്ല. ഇനി പറഞ്ഞേക്കുന്നത്, നിങ്ങൾ സദ്ബുദ്ധികളാകും, ഇനി പാപം ചെയ്ത് നിങ്ങൾ ചിലർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവേ ഇല്ല. ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് പാപത്തിന്റെ കൺസീക്വൻസിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. പാപത്തിന്റെ കൺസീക്വൻസിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചിന്തിക്കുന്നത്. നോക്ക്, ഈ റോമൻസ് 8 എടുക്കുമ്പോൾ, അല്ല, നമ്മൾ ആ പാപത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ പാപം ചെയ്ത് വി ആർ ഓൾ സഫറിങ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് ദൈവം ക്ഷമ തന്നിട്ടുണ്ട്. ഇതിന്റെ കൺസീക്വൻസ് നമ്മളെല്ലാവരും വേട്ടയാടുന്നു. നമുക്ക് അന്ന് ചെയ്ത പാപത്തിന്റെ കൺസീക്വൻസ് പോയിട്ടില്ല, അതിനൊരു പരിഹാരം ദൈവം ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷാമാർഗം വെച്ചിട്ടുണ്ട്, രക്ഷിക്കപ്പെടുന്നുണ്ട് ആൾക്കാർ. ഒരേ ഒരു പരിഹാരം വെച്ചിട്ടുള്ളൂ റോമൻസ് 8 എടുക്കുമ്പോൾ. കാരണം കർത്താവ് പറഞ്ഞ ആ ഒരു വേർഡാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത്, ഞാൻ ആരാണെന്ന് ഞാൻ അവകാശപ്പെടുന്ന പോലെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. പാപത്തിൽ മരിച്ചിട്ട് പിന്നെ ഒരു കുർബാന ചൊല്ലിയിട്ടോ ആരും പ്രാർത്ഥിച്ചിട്ടോ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. റോമൻസ് 8 നമ്മളെ പാപത്തിന്റെ കൺസീക്വൻസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതിന്റെ ബാബു ഒന്ന് വായിക്കാം, 18 തുടങ്ങി വായിക്കുമ്പോൾ, നമുക്ക് വെളിപ്പെടുവാനിരിക്കുന്ന മഹത്വത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ വർത്തമാനകാലത്തെ ദുരിതങ്ങൾ നിസ്സാരമെന്ന് ഞാൻ കരുതുന്നു. ദൈവമക്കളുടെ വെളിപ്പെടലിനായി സമസ്ത സൃഷ്ടിയും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നു. സമസ്ത സൃഷ്ടിയും വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ചിന്തിച്ചു നോക്കി, ഈ സർവ സൃഷ്ടിയും വ്യർത്ഥതയ്ക്ക്, ഇംഗ്ലീഷിലാണെങ്കിൽ എന്താ 20ാം സെന്റൻസ് ഒന്ന് വായിക്കാം. സർവ സൃഷ്ടിയും സമസ്ത സൃഷ്ടിയും വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. അതിന്റെ സ്വന്തം ഇഷ്ടമനുസരിച്ചല്ല, പ്രത്യാശയുള്ള നിലയിൽ അതിനെ അടിമപ്പെടുത്തിയവന്റെ അഭിഷ്ടമനുസരിച്ചാണിത്. കാരണം സമസ്ത സൃഷ്ടിയും ജീർണതയുടെ ബന്ധനത്തിൽ നിന്ന് വിമുക്തമായി ദൈവമക്കളുടെ
മഹത്വമേറിയ സ്വാതന്ത്ര്യം നേടും. ഇപ്പൊ സർവ്വ സൃഷ്ടി എന്തിന് അടിമപ്പെട്ടു പോയി? ജീർണതയ്ക്ക് അടിമപ്പെട്ടു പോയി. ജീർണത ജീർണതയ്ക്ക് അടിമപ്പെടാൻ കാരണം എന്താ? വൺ സിൻ. സകല സൃഷ്ടിയും സമസ്ത സൃഷ്ടിയും ജീർണതയുടെ ബന്ധനത്തിൽ നിന്ന് വിമുക്തമായി ദൈവമക്കളുടെ മഹത്വമേറിയ സ്വാതന്ത്ര്യം നേടും. സമസ്ത സൃഷ്ടിയും ഇന്നോളം ഈറ്റുനോവിൽ എന്ന പോലെ ഒന്നടങ്കം ഞരങ്ങുന്നു എന്ന് നാം അറിയുന്നു. ഈ സൃഷ്ടികൾ മാത്രമല്ല, ആത്മാവിന്റെ ആദ്യ ഫലങ്ങൾ ആസ്വദിക്കുന്ന നമ്മൾ തന്നെയും പുത്രന്മാരായുള്ള ദത്തെടുപ്പിന്, ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് കാത്തുനിന്ന് ഉള്ളിൽ കേഴുന്നു. ഈ പ്രത്യാശ നമുക്ക് രക്ഷ നൽകി. അപ്പൊ കാരണം എന്താന്ന് വെച്ചാൽ, ഇവർ ദൈവമക്കളുടെ വീണ്ടെടുപ്പിനായിട്ട് ആര് കാത്തിരിക്കുക? നേച്ചർ നോക്കിയിരിക്കുക. കാരണം ഇത് ആലങ്കാരികമായിട്ടുള്ള ഭാഷയല്ലാതെ ഇവിടുത്തെ തെങ്ങും മാവും ഇതൊന്നും നോക്കിയിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ ഈ സകല സൃഷ്ടികളും ഈ ദൈവമക്കളുടെ വീണ്ടെടുപ്പിന് കാത്തിരിക്കുക. കാരണം ഈ മനുഷ്യന്റെ പാപമാണ് ഈ നേച്ചറിനെ ജീർണതയ്ക്ക് അടിമപ്പെടുത്തിയതെന്ന് നേച്ചറിന് അറിയാം, അല്ലെങ്കിൽ സിംബോളിക്കലി ദാറ്റ് ഈസ് ദി റീസൺ. അപ്പൊ ഇനി ഈ ദൈവമക്കൾ വീണ്ടെടുക്കപ്പെട്ട് പാപം ഇല്ലാത്ത അത് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഇതുപോലെ ഇതെല്ലാം കാണും. പക്ഷെ അത് ജീർണതയ്ക്ക് അടിമപ്പെട്ടിട്ടുണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കണ്ടേ, നമ്മൾ എത്ര ലൈറ്റായിട്ടാണ് പാപത്തെ എടുക്കുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ. കാരണം ഒരു പാപത്തിന്റെ കൺസിക്വൻസ് ആയി കാണുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പം എന്താ പറയുന്നത്, എന്തുകൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയാൻ വയ്യാത്ത രീതിയിൽ നമ്മളെല്ലാം തെറ്റ് ചെയ്തിട്ടുള്ളവരാ. ഈ തെറ്റ് ചെയ്തേക്കുന്ന, ഇനി ബൈബിൾ എടുത്താല് തെറ്റ് ചെയ്തിട്ട് കൺസിക്വൻസ് ഇല്ലാതെ രക്ഷപ്പെട്ടേക്കുന്ന ഏതെങ്കിലും കേസ് ഉണ്ടോ? ഒന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് ബുദ്ധി ഉപദേശിക്കാനായിട്ട് തന്നേക്കുന്ന. യു ടേക്ക് 2-3 കേസ് എടുത്തു, പാപം ചെയ്ത കേസുകൾ എടുത്തു. ഏതാ ഒരു കേസ് പറയാം? മനുഷ്യൻ പാപം ചെയ്തതായിട്ട് റെക്കോർഡ് ചെയ്തേക്കുന്ന കേസ്. ദാവീദ് പാപം ചെയ്തു. അല്ല, ദാവീദിന്റെ കേസ് എടുക്കുക, 1 by 1 എടുത്ത് നോക്കുക. ദാവീദ് പാപം ചെയ്തു, വ്യഭിചാരം ചെയ്തു, കൊലപാതകം ചെയ്തു, പാപക്ഷമ കിട്ടിയില്ലേ? ദൈവം പാപം ക്ഷമിച്ചു. അന്ന് പറഞ്ഞേക്കുന്നതാണ്, ഇനി ഇസ്രായേലിൽ നിന്ന് വാള് സ്റ്റിൽ ദേ ആർ ഫൈറ്റിംഗ്. നോക്ക്, ആദം ആൻഡ് ഈവ് ചെയ്ത ഒരു പാപം ലോകത്തെ താറുമാറാക്കിയെങ്കിൽ ദാവീദ് ചെയ്ത, അപ്പൊ ഒരു പിതാമഹൻ ചെയ്തൊരു പാപം ദി ഡിസെൻഡൻസിനെ എന്നേക്കുമായിട്ട് നാശത്തിലാക്കി. പാപക്ഷമ കിട്ടി ദാവീദിന്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ പാപക്ഷമയും കൺസീക്വൻസും തമ്മിൽ, ഇതാർക്കും കേൾക്കുന്ന ഇഷ്ടമല്ല, ആർക്കും ഇതിന്റെ കൺസീക്വൻസ് ഇല്ലാതിരിക്കുന്നതാണ് ഇഷ്ടം. എല്ലാവർക്കും അതാണ് ഇഷ്ടം. എല്ലാവർക്കും എന്താ ഇഷ്ടം? നമ്മൾ പാപം ചെയ്തു, ഏറ്റു പറഞ്ഞു, ക്ഷമ കിട്ടി, റിട്ടേൺ ചെയ്തു, ആ കാസറ്റ് റേസ് ചെയ്തു. അടുത്ത എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്ത പാപം ചെയ്തു, യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപവും പോക്കി ശുദ്ധീകരിച്ചു. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേ അടുത്ത സെറ്റ് അല്ല, അടുത്ത സെറ്റുമായിട്ട് വന്നു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സകല പാപങ്ങളുടെയും കൺസീക്വൻസ് നമ്മളെ വേട്ടയാടുന്നുണ്ട്. ഇതിന് വിരുദ്ധമായിട്ട് ഒരു പഠിപ്പിനും ബൈബിളിലില്ല. ഇതിന് വിരുദ്ധമായിട്ടുള്ള മീൻസ് ഇത് മനസ്സിലാക്കാതെയുള്ള ടീച്ചിങ്സ് ഉണ്ടെന്നുള്ളൂ. ഒരു സ്ഥലത്തും അങ്ങനെ ഒരു കാര്യം ബൈബിളിൽ എഴുതിയിട്ടില്ല. യു ടേക്ക് ന്യൂ ടെസ്റ്റമെന്റ്. ഇപ്പൊ ദാവീദിന്റെ ആ ഒരൊറ്റ പാപത്തിന്റെ ഫലമായിട്ട് ഇന്നും PLOയും ഇസ്രായേലും, കാരണം എന്ന് അവിടെ യുദ്ധം ഇനി പോകണമെങ്കിൽ ഈ പാപത്തിന്റെ യഥാർത്ഥ പരിഹാരകൻ മടങ്ങി വന്ന ഇസ്രായേലി സമാധാനം ഉണ്ടാകത്തുള്ളൂ. സമാധാന പ്രഭു മടങ്ങി വരുന്നേടം വരെ they will continue to fight. It is because of ഒരു പൂർവ്വ പിതാവ് ചെയ്ത ഒരു പാപത്തിന്റെ പരിണത ഫലം. നമുക്ക് ശൗലിന്റെ പാപം എടുത്തു. ശൗലിന്റെ പാപത്തോടു കൂടി ആ കുടുംബം നശിച്ചുപോയി. ശൗലിന് പാപക്ഷമ കിട്ടിയില്ല, നശിച്ചുപോയി. ഈ പാപക്ഷമ കിട്ടിയ കേസുകൾ എടുത്തു നോക്കും. ഇനി അതെ, മോശ ഒരു പാപം ചെയ്തു. കറക്റ്റ്, മോശയുടെ 40 വർഷത്തെ ട്രെയിനിങ്ങും ജീവിത അഭിലാഷവും കാനാനിൽ കയറണമെന്നായിരുന്നു. വൺസ് ഇൻ മിസ്ഡ് കാനാനി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എത്ര പാപം ചെയ്തിട്ടും നമ്മളൊന്നും മിസ് ചെയ്തിട്ടില്ല എന്നുള്ള എന്താ പറയുന്നത്, ഫൂളിഷ് കോൺഫിഡൻസിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. ഈച്ച് സിൻ, നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പാപത്തിന്റെയും പരിണത ഫലങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ട്. അതിന്റെ സം ടോട്ടലിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത്, നമുക്ക് ആർക്കും അത് ഇഷ്ടമല്ല. ഈ റോമൻസ് 2 എടുക്കുമ്പോൾ ഇതൊക്കെ ന്യൂ ടെസ്റ്റമെന്റാ, പഴയ നിയമമൊന്നുമല്ല. ഈ അങ്ങനെ പറയും, പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പന്റെ പിതാക്കന്മാരുടെ പാപത്തിന് മക്കൾ അനുഭവിക്കേണ്ടവരില്ല, ശാപം അനുഭവിക്കേണ്ടവരില്ല. യേശുക്രിസ്തു ശാപം നീങ്ങി പോകുന്നുണ്ട്. ബട്ട് ഈ പിതാക്കന്മാരുടെ കേസല്ല ഞാൻ പറയുന്നത്. ആരുടെ കേസാ? അവനോ ചെയ്ത പാപത്തിന്റെ കേസ് പറഞ്ഞു. അതെല്ലാം യേശുക്രിസ്തുവിലായപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി, എല്ലാ പാപവും നീങ്ങിപ്പോയി, ശാപവും നീങ്ങിപ്പോയി. ഇത് എവരിത്തിങ് ഈസ്. ഈ പിതാക്കന്മാരുടെ ഒരു കേസ് നമുക്കില്ല. കാരണം ഇനി മുതൽ പിതാക്കന്മാരുടെ അപരാധത്തിന് മക്കളെ ശിക്ഷിക്കില്ല. ഇനി മുതൽ എന്ന് പറഞ്ഞേക്കുന്നത്, നമ്മൾ അത് ആ എസ്ഐക്കയിലും ജെറമിയൊക്കെ എടുത്ത് വായിച്ചാൽ ഇനി മുതൽ എന്ന് പറഞ്ഞേക്കുന്നത് എന്തിനെ കുറിച്ചാണ്?
ന്യൂ ടെസ്റ്റ്മെന്റ് ഇറയെ കുറിച്ചാണ്. യേശു ക്രിസ്തുവിലായാൽ എല്ലാ പൂർവികരുടെ പാപങ്ങളും ശാപങ്ങളും എല്ലാം നീങ്ങിപ്പോയി. നമ്മൾ പറയുന്ന പൂർവികരുടെ പാപങ്ങളെ കുറിച്ചല്ല ദാവീദിന്റെ കേസ് സൈറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ചെയ്ത കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. റോമൻസ് 2 എടുക്കുമ്പോൾ അതിന്റെ 6 എടുക്കുമ്പോൾ 2:6 ഭാഗം നോക്കിക്കോ. കാരണം അവനവന്റെ പ്രവൃത്തിക്ക് അനുസൃതമായത് ഓരോരുത്തരും അവൻ നൽകുന്നു. സൽപ്രവൃത്തികളിൽ ക്ഷമാപൂർവം ഉറച്ചു നിന്ന് മഹത്വവും ബഹുമതിയും അനശ്വരതയും തേടുന്നവർക്ക് അവൻ നിത്യജീവൻ നൽകും. സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയെ അനുസരിക്കുന്നവരുടെ മേൽ ഉഗ്രകോപവും ക്രോധവും ഉണ്ടാകും. ഈ പറഞ്ഞിരിക്കുന്നതാണ് പാപം. സ്വാർത്ഥമതികളായി സത്യം നമുക്കറിയാം, ദൈവത്തിന്റെ വചനം. സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയെ അനുസരിക്കുന്നവരുടെ മേൽ, അതായത് വൺ വേർഡ് മീനിങ് എന്ന് പറഞ്ഞത് പാപം അല്ലെ. സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയെ അനുസരിക്കുന്നു, അതായത് ദൈവത്തിന്റെ വചനത്തോട് ഡിസൊബീഡിയൻസ് കാണിക്കുന്നു, അവരുടെ മേൽ എന്തുണ്ടാകുന്ന ഉഗ്രകോപവും ക്രോധവും ഉണ്ടാകും. തിന്മ ചെയ്യുന്ന ഓരോ മനുഷ്യനും പീഡയും ദുരിതവും ഉണ്ടാകും. തിന്മ ചെയ്യുക എന്നുള്ളതിന്റെ വൺ വേർഡ് എന്താ? പാപം. തിന്മ ചെയ്യുന്ന ഓരോ മനുഷ്യനും എന്തുണ്ടാവും? പീഡയും ദുരിതവും ഉണ്ടാകും. ഒന്നാമത് യഹൂദനെ, പിന്നെ ഗ്രീക്കുകാരനെ. നന്മ ചെയ്യുന്ന ഓരോരുത്തരും മഹത്വവും ബഹുമാനവും സമാധാനവും ലഭിക്കും. ഈ നന്മ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നതാണ് ദി ഒബീഡിയൻസ് ടു ദി വേർഡ് ഓഫ് ഗോഡ്, അല്ലെ പാപത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ടുള്ള ജീവിതം. നമ്മൾ വായിക്കുന്ന റോമൻ 16 വായിക്കുന്നുണ്ട്. നന്മയുടെ കാര്യത്തിൽ ജ്ഞാനികളും തിന്മയുടെ കാര്യത്തിൽ നിഷ്കളങ്കരുമായിരുന്നാൽ സമാധാനത്തിന്റെ ദൈവം പിശാചിന്റെ കയ്യിൽ നിങ്ങൾ രക്ഷിക്കും. അപ്പൊ ഇതില് പീഡയും ദുരിതവും ഉണ്ടാകും. ഇത് ഓൾഡ് ടെസ്റ്റമെന്റിലെ ഒന്നാമത് യഹൂദന്, പിന്നെ ഗ്രീക്കുകാരന്. നന്മ ചെയ്യുന്ന ഓരോരുത്തരും, അതായത് പാപം ചെയ്യാതെ ജീവിക്കുന്ന. അതവിടെ പൗലോസ് പറഞ്ഞു, 1 കൊരിന്ത്യർ 15 വായിച്ച് നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് ഉള്ള അറിവേ ഇല്ല, അതായത് ഇനിമേൽ പാപം ചെയ്യരുത്, സദ്ബുദ്ധികളാകും. അപ്പൊ നമ്മൾ ചിന്തിച്ചത് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന്റെ ആട്രിബ്യൂട്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്ന. കാരണം പാപത്തിന് പരിഹാരം വരുത്തി കർത്താവ്. ഈ പാപത്തിന് പരിഹാരം വരുത്തിയത് എന്തിനു വേണ്ടിയിട്ട്? യോഹന്നാൻ ലേഖനത്തിൽ എഴുതി, അതായത് ദൈവത്തെ അറിഞ്ഞവൻ പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. നമ്മുടെ ഈ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റി, അപ്പസ്തലന്മാരുടെ ഒക്കെ ടീച്ചിങ്സും ഈ ബൈബിളിൽ കാണുന്ന ക്രിസ്ത്യാനിറ്റി അങ്ങനെയായിരുന്നു. അപ്പൊ ഈ ബൈബിളിൽ കാണുന്ന ക്രിസ്ത്യാനിറ്റിയിൽ ഉള്ള പാപത്തിന്റെ ആ ഒരു കൺസീക്വൻസോ അല്ലെ അതിന്റെ ഇമ്പോർട്ടൻസോ നമ്മൾ കാണുന്നില്ല. യോഹന്നാൻ എഴുതി, കുഞ്ഞുമക്കളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാണ് ഞാനിത് എഴുതുന്നത്. ഇനി മനുഷ്യ ജീവിതത്തിൽ ദേ ക്യാൻ ബി ബൈ ചാൻസ് ഒരു തെറ്റുപറ്റാം. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതം ഒരു ജനറലി സ്പീക്കിംഗ് ഈ ബൈ ചാൻസ് ഒരു തെറ്റുപറ്റാന്നല്ല, പൊതുവെ അതിന്റെ ഓപ്പോസിറ്റാ. എങ്ങനെയാ? അല്ല, ബൈ ചാൻസ് ആയിട്ട് ശരിയായിട്ട് പോവാം. നോർമലി ഇറ്റ്സ് ആൻ അക്കൂമുലേഷൻ ഓഫ് ഈവിൾസ്. അതിനെക്കുറിച്ച് ഒരു ഭയവും ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു പാപത്തെക്കുറിച്ച്. ഈ ജെറമിയയിൽ ഒരു സ്ഥലത്ത്, ജെറമിയ ചാപ്റ്റർ 5 ദൈവം ചോദിക്കുന്ന ഒരു കാര്യം, എന്നോട് ദൈവം പലപ്പോഴും റീമയായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. ജെറമിയ 5 അതിന്റെ 20 തുടങ്ങിയെന്ന് വായിച്ചപ്പോ, യാക്കോബിന്റെ ഭവനത്തിൽ ഇത് വിളംബരം ചെയ്യുക, യഹൂദായിൽ ഇത് പ്രഖ്യാപിക്കുക. കണ്ണുണ്ടായിട്ടും കാണാത്തവരും കാതുണ്ടായിട്ടും കേൾക്കാത്തവരുമായ വിഡ്ഢികളും അവിവേകികളുമായ ജനമേ, ഇത് കേൾക്കൂ. നിങ്ങൾ എന്നെ ഭയപ്പെടുന്നില്ലേ? ദൈവം ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എന്നെ ഭയപ്പെടുന്നില്ലേ? കാരണം ദൈവത്തെ ഭയപ്പെട്ടാല് റിയലായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ഭയം ഉണ്ടെങ്കിൽ മനുഷ്യന് പാപം ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ കൺസീക്വൻസിനെ കുറിച്ച് ചിന്തിച്ച പാപം ചെയ്യാൻ പറ്റത്തില്ല. അല്ലെ പാപം ലോകത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കൺസീക്വൻസ്, അല്ലെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള കൺസീക്വൻസ് എടുത്താല് നമുക്ക് ഇപ്പൊ സാംസൺ പാപം ചെയ്തു, ജഡത്തെ നിയന്ത്രിച്ചില്ല എന്നുള്ള. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതം എടുത്താല് ജഡത്തെ എത്രത്തോളം നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട്? അല്ലെ ജഡത്തെ നിയന്ത്രിക്കാതിരുന്നാല് സാംസണോട് അത് ചെയ്ത ദൈവം, ഈ ന്യൂ ടെസ്റ്റാമെന്റ് ബിലീവേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾ ജഡികമായിട്ട് ജീവിച്ചാലും കുഴപ്പമില്ലാതെ പോകാൻ പറ്റുമോ? അതേ ന്യൂ ടെസ്റ്റാമെന്റിൽ തിങ്സ് മോർ സീരിയസ് ആണ്. നമ്മൾ വായിക്കുന്നത് ഹീബ്രൂസ് 10 നമ്മൾ വായിക്കും, സത്യത്തെക്കുറിച്ച് പരിജ്ഞാനം ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ ഇനിയൊരു ബലിയില്ല. പിന്നെ ഇനി ഉള്ളത് എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? ഇച്ചിരിയൊക്കെ
എന്നാ പറയുന്നത് അഡ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ക്രോധം എന്ന് മാത്രമൊന്നുമല്ല. അതായത് മോശയുടെ നിയമം ലംഘിക്കുന്നവർക്ക് 2 or 3 ആളുകൾ തെളിവിന്മേൽ അവർക്ക് വധശിക്ഷ കൊടുത്തിരുന്നു. അങ്ങനെയെങ്കിൽ ഈ കർത്താവിന്റെ രക്തത്തെ ചവിട്ടി മതിക്കുന്നവർക്ക് അതിനേക്കാൾ എത്ര ഇത് ഞാൻ എന്നും ചിന്തിക്കുന്ന കാര്യം, മോശയുടെ നിയമം ലംഘിക്കുന്നവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയിരുന്നു. പക്ഷെ ഇത് ലംഘിക്കുന്നവർക്ക് മനഃപൂർവ്വം പാപം ചെയ്യുന്നവർക്ക് അതിനേക്കാൾ കൂടിയതെന്ന് എഴുതിയിരിക്കുന്നത് അത് എന്തായിരിക്കും? നമ്മൾ സാധാരണ പറയാറില്ലേ മാക്സിമം എന്ത് സംഭവിക്കും, മരിക്കും. അപ്പൊ ഇതിനകത്ത് ബൈബിൾ എഴുതിയിരിക്കുന്നത് അറിയാലോ, സ്ഥലം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതിലും എത്ര കഠിനതരമായിട്ട് ശിക്ഷിക്കപ്പെടുന്ന ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കിയാലും ഇല്ലേലും നമ്മുടെ ഇന്നത്തെ ലൈഫ് ഇറ്റ് ഇസ് സം ടോട്ടൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള, അല്ലെ കർത്താവിനെ അറിയുന്നതിന് മുമ്പുള്ള കാര്യം വിടും. നമ്മൾ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകളുടെ വേവ്സ് ആണ് നമ്മളെ ഈ അടിച്ചുകൊണ്ട് നടക്കുന്നത്. അതിന് പാപം ചെയ്ത കൺസിക്വൻസ് ഇല്ലാതെ രക്ഷപ്പെടാൻ ആർക്കും പറ്റത്തില്ല. പാപക്ഷമയും പാപത്തിന്റെ കൺസിക്വൻസും രണ്ടാമത് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനിറ്റി ഒരടിസ്ഥാനം ഇല്ലാത്ത ക്രിസ്ത്യാനിറ്റി ആയി തീരും. പാപക്ഷമ കിട്ടുന്നുണ്ട് നമ്മൾ, കാരണം നമ്മുടെ രക്ഷ നഷ്ടപ്പെടുന്ന കാര്യമല്ല ഈ പറയുന്നത്. ബട്ട് പാപക്ഷമ ആൻഡ് പാപത്തിന്റെ കൺസിക്വൻസ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ പിൻപറ്റും. കാരണം ദൈവത്തിന് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളെന്താ വായിക്കുന്നത്? ഇവിടെ മുഖപക്ഷം ഇല്ല, നിഷ്പക്ഷമായിട്ട് വിധിക്കുന്നവനെയാണ് നാം പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ പ്രവാസകാലം ഭയത്തോടെ, ഈ ഭയത്തോടെ വ്യാപരിക്കാൻ പറഞ്ഞേക്കുന്നത് പാപത്തെ ഭയപ്പെടാനായി പറഞ്ഞേക്കുന്നത്, അല്ല കർത്താവിനെ കാണുമ്പോൾ പേടിച്ച് ഓർണമെന്നാണ്. നോ, ഭയത്തോടെ വ്യാപരിക്കുക എന്ന് പറഞ്ഞേക്കുന്നത് അതാണ്. അപ്പൊ നമ്മൾ ലെറ്റ് us come back to John 1 ഇതിലേക്ക് വരുമ്പോൾ, അപ്പൊ ഈ യേശു ക്രിസ്തു എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാലിത്തൊഴുത്തിൽ അവതരിച്ച യേശു ക്രിസ്തുവിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്. 2000 വർഷം മുമ്പ് അവതരിച്ചതാണ്, ബട്ട് നോട്ട് ദി ബിഗിനിങ്. 2000 വർഷം മുമ്പ് ആരംഭിച്ചതല്ല. അതുകൊണ്ട് ഈ ബൈബിളിൽ യേശു ക്രിസ്തുവിന് ഒരു ക്രിസ്തുമസ് ഇല്ല, അല്ലെങ്കിൽ ഒരു ആരംഭം ഇല്ല. കാലിത്തൊഴുത്തിൽ ആരംഭിച്ചതല്ല. ഈശോ മറിയ യോസേപ്പ് അല്ല, ഈ മറിയത്തെയും ജോസഫിനെയും സൃഷ്ടിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ആ സുവിശേഷകർക്കെല്ലാം അറിയായിരുന്നു. ഇപ്പൊ മത്തായി സുവിശേഷം എഴുതിയപ്പോൾ മറിയത്തെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? യാക്കോബിന്റെ യോസയുടെയും യാക്കോബിന്റെ യോസയുടെയും അമ്മയായിട്ടുള്ള മറിയം. മർക്കോസ് എഴുതി ചെറിയാക്കോബിന്റെ അമ്മയായിട്ടുള്ള മറിയം. കാരണം വലിയ യാക്കോബ് അന്നുണ്ടായിരുന്നു. വലിയ യാക്കോബിനെ ഹെറോദോസ് കൊന്നു. ചെറിയാക്കോബിന്റെ അമ്മ. കാരണം അവരെല്ലാം യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി. ഇന്നത്തെ മനുഷ്യനല്ല, ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് യേശു ക്രിസ്തു ആരായിരുന്നു അറിയത്തില്ല. അപ്പൊ ഇതില് അപ്പൊ പ്രീ എക്സിസ്റ്റന്റ് ആയിരുന്നു, ദൈവത്തോട് കൂടെ ആയിരുന്നു. മൂന്നാമത്തെ ആട്രിബ്യൂട്ട് എന്താ? അതായത് അല്ല, ഇതിനകത്ത് മൂന്നാമത്തെ ആട്രിബ്യൂട്ട് പറയുന്നത് 4ാം സെന്റൻസ്. അത് ഇംഗ്ലീഷ് അച്ചയുടെ നല്ലത്. ഇൻ ഹിം വാസ് ലൈഫ്. അതിപ്പോ നമ്മൾ ഗ്രീക്കും ഹീബ്രുവിന്റെ ഒന്നും പണ്ഡിതന്മാരാകാൻ വേണ്ടിയിട്ടല്ല. ഗ്രീക്കില് 2 വേർഡ് ലൈഫ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സോയെ, അത് എറ്റേണൽ ലൈഫാ. ഇവിടെ ഇൻ ഹിം വാസ് ലൈഫ് എന്ന് പറഞ്ഞേക്കുന്നത് നമുക്ക് ലൈഫ് ഉണ്ട്, നമുക്കുള്ള ലൈഫ് അല്ല ഈ പറഞ്ഞേക്കുന്നത്. ഇൻ ഹിം വാസ് ലൈഫ് എന്ത് ലൈഫായിരുന്നു? നമുക്ക് ഇച്ചിരി മനസ്സിലാകാനായിട്ട് പറയുകയാണ്. ഇൻ ഹിം വാസ് എറ്റേണൽ ലൈഫ്. ഇൻ ഹിം വാസ് ലൈഫ് ആൻഡ് ദി ലൈഫ് വാസ് ദി ലൈറ്റ് ഓഫ് മെൻ. അപ്പൊ ഇതില് ദി വേർഡ് വാസ് ഗോഡ് എന്ന് പറഞ്ഞേക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു യൂസേജ് ആണ് ദി ലൈഫ് വാസ് ലൈറ്റ്. ദി വേർഡ് വാസ് ഗോഡ് എന്ന് പറഞ്ഞേക്കുന്ന സെയിം യൂസേജ് ആണ് ഗ്രീക്കില്. ദി ലൈഫ് വാസ് ലൈറ്റ്. എന്നിട്ട് പറഞ്ഞേക്കുന്നത് എന്താ? ഒരു സെന്റൻസോടെ വായിക്കുമ്പോൾ, ആൻഡ് ദി ലൈറ്റ് ഷൈൻസ് ഇൻ ദി ഡാർക്ക്നെസ് ആൻഡ് ദി ഡാർക്ക്നെസ് ഡിഡ് നോട്ട് കോംപ്രിഹെൻഡ് ഇറ്റ്, അല്ലെങ്കിൽ കോൺകർ ചെയ്തില്ല. അതിന് മലയാളത്തിൽ ഇച്ചിരി നല്ലത് 5ാം സെന്റൻസ് വായിക്കുമ്പോൾ വായിക്കും. 5ാം സെന്റൻസ്, ആ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുൾ അതിനെ കീഴടക്കിയിട്ടില്ല. അതെ. അപ്പൊ ഇതില് അപ്പോ ആ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഇരുട്ട് റൂം, ഒരു ലൈറ്റുമാണ്. അപ്പൊ ഇവിടെ യോഹന്നാൻ പറഞ്ഞേക്കുന്ന ആ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞേക്കുന്ന ഏത് ഇരുട്ടാ? ലൂക്ക് 22:53 വായിക്കുമ്പോ, ലൂക്ക് 22 നോക്കിയോ 53. ഞാൻ ദിനംതോറും നിങ്ങളുടെ ഇടയിൽ ദേവാലയത്തിൽ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടികൂടിയില്ല. ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിന്റെ ആധിപത്യം. അതായത് വേറെ ഒരു ഇരുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഓഫ് ആകുമ്പോൾ ഇരുട്ടല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കർത്താവ് പറയാണ്, എന്നെ നിങ്ങൾ അതുവരെ പിടികൂടിയില്ല, പക്ഷെ നൗ എന്താ? അന്ധകാരത്തിന്റെ ആധിപത്യം. ഈ ഇരുട്ടിനാണ്
ഈ പ്രകാശത്തെ കീഴടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ പ്രകാശം കീഴടക്കുന്ന ഇരുട്ട് ഈ അന്ധകാരത്തിന്റെ ആധിപത്യം, അതായത് ഈ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ് അല്ലെങ്കിൽ പിശാചിന്റെ ആധിപത്യം. കാരണം ലോകത്തെ മുഴുവൻ കീഴടക്കി വെച്ചേക്കോ പിശാച്, അല്ലെങ്കിൽ അത് ദൈവം അനുവദിച്ചിട്ടാണ്. അല്ല ദൈവത്തെക്കാൾ വലിയ ആള് പിശാച് ആയതുകൊണ്ടല്ല. ലോകം മുഴുവൻ ദുഷ്ടന്റെ അധീനതയിലാണ്. ദൈവം കൊടുത്തേക്ക് ഈ ഭൂമി ശപിക്കപ്പെട്ടു, ഇത് മനുഷ്യനും ആവാസയോഗ്യമല്ല, ഇത് പിശാചിന്റെ അധികാരത്തിന് വിട്ടുകൊടുത്തു. ഇനി ദൈവം ഈ വീണ്ടെടുക്കപ്പെട്ട, അല്ലെങ്കിൽ നമ്മളവിടെ ഹീബ്രൂസിൽ വായിച്ചു, ഈ പാപത്തിന് പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷമാണ് ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നത്. അപ്പൊ ഈ പാപത്തിന്റെ ദൈവം നിറവേറ്റിയ പരിഹാരം അത് അനുഭവിച്ച് മനസ്സിലാക്കി, അല്ലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞേക്കുന്ന പോലെ നിങ്ങൾ ഞാൻ ആരാണെന്ന് വിശ്വസിക്കുന്നു, ആ രീതിയിൽ എന്നിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ പാപങ്ങളിൽ മരിക്കുന്നവരെല്ലാം ഈ അന്ധകാരത്തിലേക്ക് പോകും. പ്രകാശത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ഈ യേശുക്രിസ്തുവിന്റെ പാപപരിഹാരം, ആ യേശുക്രിസ്തു നിറവേറ്റിയ പാപപരിഹാരത്തിൽ വിശ്വസിച്ച് അതിൽ വിശ്വസിച്ച് പാപപരിഹാരം നേടിയില്ല എങ്കിൽ ഈ ഇരുട്ടിന്റെ രാജ്യത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് പൗലോസിന് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആക്ട്സ് ചാപ്റ്റർ 26 എടുക്കുമ്പോൾ, അപ്പൊ നമ്മള് ഇരുട്ട് അതിനെ കീഴടക്കിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റൂമിൽ ഇരുട്ടൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലെ. സാധാരണ എന്റെ മനസ്സിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ആക്ട്സ് 26 എടുക്കുമ്പോൾ, അതായത് ആ ഡെമോണിക് കിങ്ഡത്തെയാണ് അവിടെ ഇരുട്ടെന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. 26 പൗലോസിന് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്ത് ഭാഗം ഒന്ന് വായിക്കാം. 26:14 തുടങ്ങി വായിക്കുമ്പോ, ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണുപോയി. അപ്പോൾ ഹീബ്രു ഭാഷയിൽ ഒരു സ്വരം എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സാവൂൾ സാവൂൾ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തിന്? മുള്ളാണിയിൽ തൊഴിച്ചാൽ നിനക്ക് നോവും. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രഭോ നീ ആരാണ്? കർത്താവ് അരുൾ ചെയ്തു, നീ പീഡിപ്പിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നെ ശുശ്രൂഷിക്കാൻ നിന്നെ നിയോഗിക്കുന്നതിനാണ്. എന്നെ കുറിച്ച് നീ കണ്ടതും ഇനി ഞാൻ നിനക്ക് കാണിച്ചു തരുന്നതുമായ കാര്യങ്ങൾ നീ സാക്ഷ്യം വഹിക്കേണ്ടതിനാണ്. ജനതയിൽ നിന്നും വിജാതീയരിൽ നിന്നും നിന്നെ ഞാൻ മോചിപ്പിക്കും. അവരുടെ കണ്ണുകൾ തുറക്കാനും അങ്ങനെ അവർ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ ഒരു സ്ഥാനം നേടാനും ഞാൻ അവരുടെ അടുക്കലേക്ക് നിന്നെ അയക്കും. അതെ, ഇതാണ് ശരിക്ക് അവിടെ പറഞ്ഞേക്കുന്ന ഈ അവനിലായിരുന്നു, ഈ ലൈഫായിരുന്നു എന്ത്, ദി വേർഡ് വാസ് ഗോഡ് എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ആ സെയിം യൂസ് ആണ്. ആൻഡ് ലൈഫ് വാസ് ഹിസ് ലൈഫ് വാസ് ലൈറ്റ്. അപ്പൊ ഹിസ് ലൈഫ് വാസ് ലൈറ്റ്. ആ ലൈറ്റ് ഹിസ് ലൈഫ് എന്ത് ചെയ്തു? ആൻഡ് ദി ലൈറ്റ് ഷൈൻസ് ഇൻ ദി ഡാർക്ക്നെസ് ആൻഡ് ദി ഡാർക്ക്നെസ് ഡിഡ് നോട്ട് കോൺകർ ഇറ്റ്. അപ്പൊ ഈ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞേക്കുന്നത് ഇവിടെ ഈ പൗലോസിന് പ്രത്യക്ഷപ്പെട്ടപ്പോഴും കർത്താവ് പറഞ്ഞു അവരുടെ കണ്ണുകൾ തുറക്കാനും അങ്ങനെ അവർ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന് പറഞ്ഞേക്കുന്നത് ദി കിങ്ഡം ഓഫ് ഡാർക്ക്നെസ് ഇന്ന് ഈ ലൈറ്റിലേക്ക്, കർത്താവിന്റെ ലൈറ്റിലേക്ക്, ദി കിങ്ഡം ഓഫ് ഡാർക്ക്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തുവിനെ അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിച്ച് അതിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ ഈ വലിയ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നിസ്സാര ഡാർക്ക്നെസ് അല്ല, പിശാചിന്റെ ആധിപത്യം, പിശാചിന്റെ അധികാരത്തില്. അതവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവർ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അതിനെ കമ്പയർ ചെയ്തേക്കുന്നത് എന്താ? ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള അതിനെ കമ്പയർ ചെയ്തേക്കുന്നത്. അപ്പൊ ഇരുളിലുള്ളവർ ആരുടെ ശക്തിയില? അങ്ങനെ സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിന്റെ ശക്തിയിലേക്ക്, അല്ലെ പുത്രന്റെ അധികാരത്തിലേക്ക്, പുത്രന്റെ രാജ്യത്തിലേക്ക്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ വെളിച്ചം അല്ലെങ്കിൽ ഈ വെളിച്ചം എന്ന് പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ കർത്താവിന്റെ ലൈഫ് ഏത് ലൈഫാ? ഇൻ ഹിം വാസ് ലൈഫ്. ഏത് ലൈഫാണ്? എറ്റേണൽ ലൈഫ്. അത് ഗ്രീക്കില് സോയ എന്നുള്ള വേർഡാണ്, അത് പല സ്ഥലത്തുണ്ട്. പക്ഷെ കർത്താവിൽ എന്തൊക്കെ ലൈഫ് ഉണ്ടായിരുന്നു? ഈ എറ്റേണൽ ലൈഫും ഉണ്ടായിരുന്നു. കർത്താവ് മരിച്ചത് ബയോളജിക്കൽ ലൈഫ് ഉണ്ടായിരുന്നു. രണ്ട് വേർഡുകളാണ് ഗ്രീക്കില്, ഒന്ന് സൂക്കെ എന്നുള്ള വേർഡും ഒന്ന് സോയ എന്നുള്ള വേർഡും. നമുക്കത് ടോട്ടലി ഡിസ്റ്റിങ്വിഷ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഈ നമ്മുടെ ഈസോട് ചെക്ക് ചെയ്ത രണ്ട് വേർഡാ, ഒന്ന് സൂക്കെ ഒന്ന് സോയ. അപ്പോൾ ഇൻ ഹിം വാസ് ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് സോയ, എറ്റേണൽ ലൈഫാ. അത് എന്ന് തുടങ്ങിയുള്ളതാ, അത് ഒരിക്കലും അവസാനിക്കാത്ത ലൈഫാ. ആ ലൈഫിനെയാണ് മൃഗങ്ങൾക്ക് ഉള്ളത് ബയോളജിക്കൽ ലൈഫാ. എന്നാൽ ആ എറ്റേണൽ ലൈഫിനെ ജീവശ്വാസം ഓതിയപ്പോൾ മനുഷ്യനിലോട്ട് ദൈവം
ഇമ്പാർട്ട് ചെയ്തു. അതുകൊണ്ട് മനുഷ്യൻ എറ്റേണല. മനുഷ്യന്റെ ലൈഫ് തീരുന്നില്ല. ഈ എറ്റേണിറ്റി ഐദർ ഇൻ ഹെവൻ ഓർ ഇൻ ഹെൽ. അപ്പൊ ഹെല്ലില് ഈ ഹെവനിൽ പോണെങ്കിൽ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞേക്കുന്ന ഞാൻ ആരാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു. നോക്കി 2000 വർഷം കഴിഞ്ഞു പോയപ്പോഴത്തേക്ക് സുവിശേഷം മാറിപ്പോയി, യേശുക്രിസ്തു മാറിപ്പോയി, പക്ഷെ ആകാശം ഭൂമിയും കടന്നു പോകും. എന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്ന ലോകത്തിലെ സഭകളിലൊക്കെ കാണുന്ന യേശുക്രിസ്തു ഇറ്റ്സ് എ ഡിഫറെന്റ് ജീസസ്. ഈവൻ കൊറിന്തോസുകാർ വേറൊരു യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. അതായത് അപ്പസ്തോലൻ ജീവിച്ചിരിക്കെ, പൗലോസ് ജീവിച്ചിരിക്കെ, യോഹന്നാൻ ജീവിച്ചിരിക്കെ അവര് വേറെ യേശുക്രിസ്തു ദൈവമല്ല, യേശുക്രിസ്തു ജഡം ധരിച്ചു വന്നില്ല എന്നുള്ള ഡോക്ടറിൻ അപ്പസ്തോലൻ യോഹന്നാൻ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ട്. അതുകൊണ്ട് ആ യോഹന്നാന്റെ ലേഖനത്തിൽ മുഴുവൻ അവൻ ജഡം ധരിച്ചു വന്നു എന്നുള്ള സത്യം അവിടെ യോഹന്നാൻ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ട്രൂ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ യേശുക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് വന്നില്ലെങ്കിൽ നമ്മൾ മാത്യു ചാപ്റ്റർ 7 ഫുൾഫിൽ ചെയ്യുന്നവരാവും. കർത്താവിന്റെ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയില്ലേ, നിന്റെ നാമത്തിൽ വൻകാര്യങ്ങൾ ചെയ്തില്ലേ, നിന്റെ നാമത്തിൽ പല അത്ഭുതങ്ങളും ചെയ്തു, പിന്നെ പ്രവചിക്കുകയും ചെയ്തു, പക്ഷെ നിന്നെ ഞാൻ അറിയുകയില്ല. നോക്കാം, ഇത് ശരിക്കും നമ്മളൊന്ന് ചിന്തിക്കണ്ട. നമുക്കെല്ലാം ദൈവം ബുദ്ധി നൽകിയിട്ടുണ്ട്. ദൈവത്തെ കണ്ടെത്താനുള്ള ബുദ്ധി മനുഷ്യന് ദൈവം നൽകിയിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കൂ, ഗമാലിയേൽ കണ്ടെത്തി എന്നല്ല, ഗമാലിയേലില് ഒരു ബുദ്ധി രക്ഷിക്കപ്പെടാത്ത ആളാ, പക്ഷെ നല്ല വിജ്ഞാനം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഗമാലിയേൽ ന്യൂട്രലായിട്ട് ഒബ്സർവ് ചെയ്തു, സംതിങ് റോങ് വിത്ത് ദിസ് ഗ്രൂപ്പ്, ഇതിന്റെ പിന്നിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ്പ് അവേ. അതുകൊണ്ട് ബുദ്ധിയില്ല, ദൈവത്തെ കണ്ടെത്താൻ ബുദ്ധിയില്ലാത്തതുകൊണ്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആർക്കും എക്സ്ക്യൂസ് കിട്ടത്തില്ല. എല്ലാവർക്കും ദൈവത്തെ കണ്ടെത്താനുള്ള ബുദ്ധി ദൈവം കൊടുത്തിട്ടുണ്ട്. അതായത് പ്രത്യേക അബ്നോർമാലിറ്റീസ് ഒന്നും ഇല്ലാത്ത എല്ലാ മനുഷ്യർക്കും ദൈവത്തെ തേടിപ്പിടിച്ച് കണ്ടെത്താനുള്ള ബുദ്ധി ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും എക്സ്ക്യൂസ് ഇല്ല. അല്ലെങ്കിൽ ഞാൻ വിദ്യാഭ്യാസം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ജനിച്ചത് ഇസ്ലാമിലാണ്, അല്ലെങ്കിൽ ജനിച്ചത് വേറെ മതത്തിലാണ്, ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. അല്ലെ കത്തോലിക്കനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, ഹൗ അൺഫോർച്ചുനേറ്റ് ഐ വാസ്, ഞാൻ കത്തോലിക്കനായിട്ട് ജനിച്ചില്ല, ഞാനൊരു മർത്തോമക്കാരനായിട്ടോ CSI കാരനായിട്ടോ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ നോക്കി യേശുക്രിസ്തുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നുള്ളൂ. Now I am thankful to my God that I did not born in CSI or മർത്തോമ. എങ്കിൽ ഞാൻ ഒരിക്കലും ഗുണപ്പെടാനുള്ള ചാൻസ് കുറവായിരുന്നു. കാരണം മുറി സുവിശേഷം പാതി സുവിശേഷമായിട്ട് നമുക്ക് അബ്സല്യൂട്ട് ബിബ്ലിക്കൽ കണ്ടീഷനിലേക്ക് വരാതെ ഒരു മുറി സുവിശേഷം വെച്ച് ആരും കർത്താവിൻ്റെ അടുത്ത് എത്തിപ്പെടില്ലെന്നോ. ഇത് വില കൊടുത്ത് നേടിയ ഒരു മാർഗ്ഗമാണ്. ഇത് വില കൊടുക്കാതെ നമുക്ക് ഇതിനകത്ത് എത്തിപ്പെടാനും പറ്റത്തില്ല. ഇതൊരു സൈഡ് ബിസിനസ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. പൂർണ്ണസമയ സുവിശേഷമില്ല, പാർട്ട് ടൈം സുവിശേഷമില്ല. ഇത് പൂർണ്ണമായിട്ട് സമർപ്പിക്കാത്ത ആർക്കും കർത്താവിൽ എത്തിപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ ഇതില് നമ്മൾ ചിന്തിച്ചത്, അപ്പൊ ഈ ഇൻ ഹിം വാസ് ലൈഫ്. അപ്പൊ ഈ കർത്താവില് എന്ത് ലൈഫുണ്ട്? ഓൾ എറ്റേണൽ ആയിട്ടുള്ള ലൈഫുണ്ട്. നമുക്ക് കിട്ടിയേക്കുന്ന ലൈഫ് ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളില്ല. നമ്മുടെ ഈ എറ്റേണൽ ലൈഫ്, എറ്റേണൽ എന്നുള്ള ബൈബിളിൽ എറ്റേണൽ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തോടു കൂടിയുള്ള ജീവിതമാണ്. പക്ഷെ ലിറ്ററലി എറ്റേണൽ ലൈഫ് എല്ലാ മനുഷ്യനുണ്ട്. നിരീശ്വരവാദിക്കുണ്ട്, നരകത്തിൽ പോകാനുള്ളവനുണ്ട്. ലിറ്ററൽ എറ്റേണൽ ലൈഫ് എല്ലാ മനുഷ്യനുണ്ട്. കാരണം ഈ ദൈവത്തിന്റെ എറ്റേണിറ്റി മനുഷ്യനിലോട്ട് കൂടി. അപ്പൊ എല്ലാവരും എറ്റേണൽ. അപ്പൊ കർത്താവിൽ എന്തുണ്ട്? ഈ എറ്റേണൽ ലൈഫ് ഉണ്ട്. ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോ ഈ നമുക്ക് ഉള്ള അല്ലെങ്കിൽ ബയോളജിക്കൽ ലൈഫും കർത്താവിന് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. ജോൺ ചാപ്റ്റർ 10 എടുക്കുമ്പോൾ ഒന്ന് വായിക്കും, 10:17 തുടങ്ങി വായിക്കുമ്പോൾ, ജോൺ 10:17 തുടങ്ങി വായിക്കും. എന്റെ ജീവൻ അത് വീണ്ടും എടുക്കാനായി ഞാൻ ധരിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ഇത് ലൈഫാ, ഇത് ബയോളജിക്കൽ ലൈഫ്. എറ്റേണൽ ലൈഫ് അതിന് ആർക്കും ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് മനുഷ്യനുള്ള എറ്റേണിറ്റി ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ പോയാലും നരകത്തിൽ പോയാലും ലിറ്ററലി എറ്റേണൽ എല്ലാ മനുഷ്യനും. എറ്റേണൽ മീൻസ് എവർ ലിവിങ് എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ ബൈബിളിൽ എറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് ദൈവത്തോടു കൂടിയുള്ള ജീവിതത്തെയാണ്. അന്ന് വായിച്ചു പോകും. എന്നിൽ നിന്ന് ആരും എടുക്കുന്നില്ല, എന്നാൽ ഞാൻ അത് സ്വമേധയാ ത്യജിക്കുകയാണ്. അത് ത്യജിക്കാൻ എനിക്ക് അധികാരമുണ്ട്, അത് വീണ്ടും എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നു. അതായത് ജീവന്റെ മേൽ അധികാരമുള്ളവൻ ദൈവം മാത്രം. കർത്താവ് ഇവിടെ പറയാണ്, ഈ ജീവൻ അല്ലെങ്കിൽ കർത്താവ് ഇവിടെ 2000 years ബിഫോർ ദി വേർഡ് became ദി വേർഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങോട്ട് became
മനുഷ്യനായി തീർന്നു. എന്നിട്ട് പറയണ അപ്പൊ അവിടെ വന്നപ്പോൾ ബയോളജിക്കൽ ലൈഫിലാണ് വന്നേക്കുന്നത്. നമ്മൾ വായിക്കുന്നില്ല, ഹീബ്രൂസ് 2:14 വായിക്കുമ്പോൾ ഭാഗം ഒന്ന് വായിക്കാം. കാരണം ഇതൊരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക് അല്ല, ഇത് നമ്മളെല്ലാവരും പഠിച്ചേ പറ്റൂ. എവരിബഡി വായിച്ചോളൂ. മക്കൾ മാംസരക്തങ്ങളിൽ പങ്കാളികളാണ്, അതുകൊണ്ട് അവരുടെ അതേ പ്രകൃതിയിൽ അവനും ഭാഗഭാക്കായി. അപ്പൊ ഈ 2000 years ബാക്ക്, അല്ലെങ്കിൽ ഈ മക്കൾ മാംസരക്തങ്ങളിൽ പങ്കാളികളായതുകൊണ്ട് ഈ മാംസരക്തങ്ങളിൽ പങ്കാളികളായിട്ട് ഇവിടെ ദി വേർഡ് ബിക്കെയിം ഫ്ലഷ് ആയത്, ആ ബയോളജിക്കൽ ലൈഫ് ഉടയവനായി തീർന്നത്, അത് ആ ബയോളജിക്കൽ ലൈഫോട് കൂടി ഈ വേർഡ് ലോകത്തിൽ വന്നത് മറിയത്തിലൂടെയാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, അത് എനിക്ക് ത്യജിക്കാനും അധികാരമുണ്ട്. അപ്പോൾ ജീവന്റെ മേലെ അധികാരം, ജീവന്റെ ഉടയവൻ എന്ന് പറയുന്നത് ദൈവമാണ്. അതാണ് ഇവിടെ യോഹന്നാൻ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന തേർഡ് പോയിന്റ്, ഇൻ ഹിം വാസ് ലൈഫ്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ലോകത്തിലുള്ള ഈവൻ ഒരു വൈറസിന് പോലും ലൈഫ് കിട്ടിയേക്കുന്നത് ദൈവത്തിൽ നിന്നാണ്, ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോ ഈ ലൈഫ്, ഇപ്പൊ മാലാഖന്മാർക്ക് ലൈഫ് കിട്ടിയത് ദൈവത്തിൽ നിന്നാണ്. ദൈവം ആർ ഓൾ ക്രിയേറ്റഡ് ബീയിങ്സ്. മനുഷ്യന് മുഴുവൻ ലൈഫ് കിട്ടിയത് ദൈവത്തിൽ നിന്നാണ്. പക്ഷേ ഈ വേർഡിന് ലൈഫ് കിട്ടിയിരിക്കുന്ന ഒരു സോഴ്സിൽ നിന്നും അല്ല, ഇൻ ഹിം ദർ ഇസ് ലൈഫ്. അതാണ് ആ കർത്താവിന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. അപ്പൊ ഈ കർത്താവിന് വേറെ എവിടെന്നെങ്കിലും അല്ലെങ്കിൽ പിതാവിൽ നിന്ന് ഉരുവായവനല്ല. നമ്മൾ ഈ നിത്യ വിശ്വാസ പ്രമാണം ഉണ്ടല്ലോ, ദി മോസ്റ്റ് എന്താ പറയുക, ഏറ്റവും കൂടുതൽ ആൾക്കാർ റിസൈറ്റ് ചെയ്യുന്ന ഹെറീസിയ അല്ലെങ്കിൽ പാഷണ്ഡതയാണ്. കാരണം പിതാവിൽ നിന്ന് ഉരുവായവൻ, നോ, യേശു ക്രിസ്തു അല്ലെങ്കിൽ വേർഡ് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാതിരുന്നിട്ടില്ല, ഒരു സമയത്ത് ഉരുവായിട്ടില്ല. ഇത് ഓൾ എറ്റേണൽ ആണ്. അപ്പൊ നമ്മൾ ഇത് ഈ നിത്യ വിശ്വാസ പ്രമാണം ചൊല്ലി മരിച്ചാൽ നരകത്തിൽ പോയേ പറ്റൂ, അക്കോർഡിംഗ് ടു മൈ അണ്ടർസ്റ്റാൻഡിങ്. എനിക്കറിയില്ല, കാരണം ഈ ലോകത്തിലുള്ള 95% ക്രിസ്ത്യാനികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവനും പെടാത്തവനും ഒക്കെ റിസൈറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ദൈവദൂഷണ. കാരണം അതിനകത്ത് ഇങ്ങനെ പറയുന്നത്, പിതാവിൽ നിന്ന് ജനിച്ചവൻ ഉരുവാ. അപ്പൊ ദാറ്റ് മീൻസ് there was a time when word was not there. അപ്പൊ എറ്റേണൽ എന്ന് പറയാൻ പറ്റില്ല. ദൈവം അല്ല, യേശുക്രിസ്തു ദൈവം അല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റിന്റെ വേറൊരു ഫോമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ലോകത്തിലുള്ള എല്ലാവരും ചെല്ലുന്നുണ്ടോ, നോഹിന്റെ കാലത്തും ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, ഈ മനുഷ്യരെല്ലാം ഇപ്പൊ നീ ഒരു കുടുംബക്കാരനല്ല, നീ ഒരുത്തം മാത്രമാണോ ചുവള്ളൂ. നോക്ക് തീർച്ചയായിട്ടും അത് കേട്ടിട്ടുണ്ടാവും, നമ്മളും കേൾക്കുന്ന ഒരു കാര്യം. ഇന്നലെ എന്നോട് ഒരു ചേച്ചി ചോദിച്ചതാ, നോക്ക് ഈ കാണുന്ന ഈ മനുഷ്യരെല്ലാം, ശരി ഞങ്ങൾക്കൊന്നും അറിയില്ല, അച്ഛന്മാർക്കും കന്യാസിമാർക്കും ബൈബിൾ അറിയില്ല എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആ ചേച്ചിക്ക് കൊടുത്ത ആൻസർ പറയാൻ കൊള്ളാത്ത ആയതുകൊണ്ട് പറയുന്നില്ല. മീൻസ് ഇത്തിരി ഒരു അൺപാർലമെന്ററി വേർഡ് അതിനിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നില്ല. മീൻസ് അപ്പൊ ആ ചേച്ചിയോട് പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഇതാണ്, ഈ അച്ഛന്മാർക്കും കന്യാസിമാർക്കുമാണ് ബൈബിളിനെ കുറിച്ച് ഏറ്റവും ഇഗ്നോറന്റ് ആയിട്ടുള്ളവർ. കാരണം അതിനെക്കുറിച്ച് ഒരു മുറി അറിവ് കിട്ടിയിരുന്നെങ്കിൽ അവരവിടെ നിന്ന് ക്വിറ്റ് ചെയ്തേനെ. അത് മർത്തോമയിലെ അച്ഛനാണെങ്കിലും CSIയിലെ അച്ഛനാണെങ്കിലും പൗരോഹിത്യത്തിന്റെ ഉടുപ്പിട്ട് നടക്കുന്ന ആർക്കും ഇതിനെക്കുറിച്ച് അബ്സല്യൂട്ട്ലി ഇഗ്നോറന്റ്. കാരണം യേശുക്രിസ്തു പാപപരിഹാരം വരുത്തിയത് ഇതിനിടയിൽ വെളിപ്പെട്ട ഒരു കാര്യം നിയമം എന്ന് പറയും. നിയമം ഇല്ലായിരുന്നു, നിയമം വന്നത് ഇൻ ബിറ്റ്വീൻ വന്നു, പിന്നെ ഡിസപ്പിയർ ചെയ്തു. നിയമത്തിന് മുമ്പും ഈ ദൈവാരാധനയും ദൈവകാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അബ്രാഹത്തിന്റെ സമയത്ത് നിയമമില്ല. അപ്പൊ നിയമത്തിൽ ഇൻ ബിറ്റ്വീൻ പ്രത്യക്ഷപ്പെട്ട ആ ഒരു നിയമത്തിലാണ് പൗരോഹിത്യവും ഉടുപ്പും വടിയും തലക്കെട്ടും ഒക്കെ. അതുകൊണ്ട് നടക്കുന്നവർക്ക് അവര് സാധാരണ അജ്ഞരല്ല, അവര് they are an insult to the glorious name of the Lord. ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ അടി വരെ രണ്ടായിട്ട് കീറിയ കാര്യം അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന മൗഢ്യന്മാരാണ് ഉടുപ്പിട്ട് നടക്കുന്നവർ. അപ്പോ ഇതിനകത്ത് നമ്മൾ ചിന്തിച്ചൊരു കാര്യം, ഇൻ ഹിം വാസ് ലൈഫ്, എറ്റേണൽ ലൈഫ് ആയിരുന്നു. കർത്താവ് ഇവിടെ വന്നപ്പോൾ ബയോളജിക്കൽ ലൈഫ് ഉണ്ടായി. അതാ കർത്താവ് പറഞ്ഞു, എനിക്കത് ത്യജിക്കാനും, കാരണം എറ്റേണൽ ലൈഫ് ത്യജിക്കാൻ പറ്റില്ല ആർക്കും. നോ, ഹീസ് ഓൾ എറ്റേണൽ. അപ്പൊ ഈ കർത്താവിന്റെ ആ ജീവിതത്തില് അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മൂന്നാമത്തെ കാര്യം, ഇൻ ഹിം വാസ് ലൈഫ്. കർത്താവിന് ലൈഫ് കിട്ടിയത് ഒരിടത്തുനിന്ന് കിട്ടിയതല്ല, അതായത് ഇൻ ഹിം വാസ് ലൈഫ്. അപ്പൊ ഈ 3 ആട്രിബ്യൂട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ യേശു ക്രിസ്തു, അപ്പം പലപ്പോഴും ഹിന്ദുക്കളൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഈ വിശ്വാസം തുടങ്ങിയിട്ട് 2000 വർഷമല്ലേ ആയുള്ളൂ, യേശു ക്രിസ്തു വന്നിട്ട് 2000 വർഷമല്ലേ ആയിട്ടുള്ളൂ, അല്ല അതിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യൻ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ വാക്കുമുട്ടുന്നതാ പൊതുവെ ക്രിസ്ത്യാനികളുടെ ഒരു കണ്ടീഷൻ. അപ്പോൾ ഇത് ഇൻ ഹിം വാസ് ലൈഫ് ആൻഡ് ദി ലൈഫ് വാസ് ദി ലൈറ്റ് ഓഫ് മാൻ. ആ ലൈറ്റിന്റെ പ്രത്യേകത, ഇരുട്ടിന് അതിനെ കീഴടക്കാൻ പറ്റത്തില്ല. ഈ ലൈഫിനല്ലാതെ വേറെ ഒന്നിനും ഇരുട്ടിനെ കോൺകർ ചെയ്യാനും പറ്റില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. എന്നിട്ട് അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതെല്ലാം പറഞ്ഞിട്ട്
ഈ 14 സെന്റൻസിൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ കൺക്ലൂഷനാണ്. അതായത് ആ വേർഡ്, ഏത് വേർഡ്? പ്രീ എക്സിസ്റ്റന്റ് ആയിരുന്നു, കോ എക്സിസ്റ്റന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ലൈഫ് വേറൊരിടത്തുനിന്ന് സ്വീകരിക്കാത്ത ഇൻ ഹിം വാസ് ലൈഫ്, അല്ലെ ജീവന്റെ ഉറവിടായിരുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ പറഞ്ഞു, ഐ ആം ദി റിസറക്ഷൻ ആൻഡ് ലൈഫ്. അപ്പൊ ഇൻ ഹിം വാസ് ലൈഫ്. അപ്പൊ യേശു ക്രിസ്തു എന്ന് പറയുന്നതാണ് ജീവന്റെ എല്ലാത്തിന്റെ റിസോഴ്സ്. അപ്പൊ ഈ യേശു ക്രിസ്തുവിനെ ഇതുപോലെ മനസ്സിലാക്കാതെ ഒരു മനുഷ്യനും ഒരു ക്രിസ്ത്യ വിശ്വാസിയാകാൻ പറ്റത്തില്ല. അപ്പൊ ഈ യേശു ക്രിസ്തു ചെയ്ത കാര്യം നമ്മൾ ഹീബ്രൂസിൽ വായിച്ച് പാപത്തിന് പരിഹാരം വരുത്തി. നമ്മൾ ഹീബ്രൂസ് 1:8 വായിക്കുമ്പോൾ അപ്പൊ ഈ കർത്താവ് പറഞ്ഞ ഈ കാര്യം മറക്കരുത്. ഈ ജീവൻ എനിക്ക് ത്യജിക്കാനും അത് വീണ്ടെടുക്കാനും അധികാരമുണ്ട്. അപ്പൊ നമ്മുടെ ഈ ജീവൻ എന്ന് പറയുന്നത് ഇത് കർത്താവിന്റെ കൺട്രോളിലിരിക്കുന്ന ജീവിതമാണ്. അതായത് ഈ ജീവന്റെ മേൽ ഉടയവനായിട്ടുള്ളവൻ കർത്താവ്. അപ്പൊ ഹീബ്രൂസ് 1:8 വായിക്കുമ്പോൾ, എന്നാൽ പുത്രനെ കുറിച്ച് അവൻ അരുളി ചെയ്യുന്നു. പുത്രനെ കുറിച്ച് പിതാവ് പറയുന്ന ഒരു കാര്യം, ദൈവമേ നിന്റെ സിംഹാസനം എന്നെന്നും നിലനിൽക്കും. അതെ. അപ്പൊ പുത്രനെ പിതാവ് അഡ്രസ് ചെയ്യുന്ന എങ്ങനെയാണ്? ഓ ഗോഡ്, Psalm 45:7 ദൈവമേ. അപ്പൊ നമ്മൾ ഇന്ന് പല ദൈവം ഉണ്ടെന്നുള്ള കൺക്ലൂഷനിലല്ല എത്തിപ്പെടേണ്ടത്. അതായത് ബൈബിളിലെ ദൈവം ത്രിയേക ദൈവമാണ്. ആ ഏക ദൈവം എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടുള്ള ദൈവമാണ്. ഈ ഒരു അടിസ്ഥാന സത്യം ഇതാണ് നമ്മളെ സംബന്ധിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് അറിയേണ്ട ഒരു കാര്യം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ യൂണീക്നെസ്സുകൾ നമ്മൾ ചിന്തിച്ചു. അതിനകത്ത് കർത്തൃമേശ അല്ലെങ്കിൽ ലോർഡ് സപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യം എഴുതിയിട്ടില്ല. കാരണം ഇത് വായിച്ച് രക്ഷിക്കപ്പെടുന്നവൻ, അതായത് രക്ഷയും കർത്തൃമേശയായിട്ടൊരു ബന്ധമില്ല എന്ന് ജോണിന്റെ ഇൻഡയറക്റ്റ് മെസ്സേജ് അതിനകത്തുണ്ട്. കർത്താവിന്റെ സ്നാനത്തെക്കുറിച്ച് എഴുതിയില്ല, അല്ലെങ്കിൽ അവസാന ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറഞ്ഞ് അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്താനുള്ള കൽപ്പന യോഹന്നാന്റെ സുവിശേഷത്തിലില്ല. മീൻസ് അതായത് രക്ഷിക്കപ്പെടുന്നത് വിശ്വാസം, പുത്രന്റെ നാമത്തിൽ വിശ്വസിച്ച് വിശ്വസിച്ച് വിശ്വസിച്ച്. അപ്പോൾ ഈ വിശ്വാസം ആണ് എക്സ്ക്ലൂസീവ് കോസ് ഫോർ സാൽവേഷൻ എന്നുള്ളതാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ ഏറ്റവും വലിയ മെസ്സേജ്. പിന്നെ അതിന്റെ 12ാമത്തെ സെന്റൻസോടെ, കാരണം ഈ യോഹന്നാന്റെ ഫസ്റ്റ് ചാപ്റ്ററിലാണ് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. 12ാം സെന്റൻസില് വായിക്കുമ്പോൾ, എന്നാൽ തന്നെ കൈക്കൊണ്ട് തന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകാനുള്ള അവകാശം അവൻ കൊടുത്തു. ഇത് വളരെ റോങ് ആയിട്ട് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു വേർഡ്. നമ്മളും പക്ഷെ നമ്മളത് മനസ്സിലാക്കി പറ്റും കറക്റ്റ് ആയിട്ട്. എന്നാല് as many as received him, to them he gave the right to become the children of God. അവിടെ കണ്ടോ, ടു ബിക്കം ആണ്, ആയിത്തീരുക ചെയ്യുന്നത്. അച്ഛൻ കർത്താവിന് വേർഡിനെ കുറിച്ച് എന്താ? വേർഡ് ബിക്കെയിം ആണ്. ടു ബിക്കം ദി ചിൽഡ്രൻ ഓഫ് ഗോഡ് ടു ദോസ് ഹു ബിലീവ് ഇൻ ഹിസ് നമ്മൾ വായിച്ചത് നെയിം, ഇൻ ഹിസ് നെയിം. അവന്റെ മലയാളം ഒന്ന് വായിച്ചപ്പോ ഒന്നുകൂടെ വായിച്ചു. എന്നാൽ തന്നെ കൈക്കൊണ്ട് തന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകാനുള്ള അവകാശം അവൻ കൊടുത്തു. അതെ, അത് വളരെ തെറ്റായിട്ട് മനസ്സിലാക്കുന്നത്. അവന്റെ നാമം എന്ന് പറഞ്ഞാൽ എന്താ പോകും? അപ്പൊ നമ്മൾ പെട്ടെന്ന് മനസ്സിലായി യേശു. അത്രേ ഉള്ളൂ, സിമ്പിൾ, ഫിനിഷ്. അവരുടെ നാമത്തിൽ വെച്ച് യേശു. അതുകൊണ്ടാണല്ലോ എപ്പോഴും ഈ രോഗശാന്തി ശുശ്രൂഷ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഈ യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈ JESUS എന്നുള്ള ആ ഇതേ അല്ല. അത് നമുക്ക് ടു സിമ്പിൾ അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത്. യേശുവിന്റെ നാമം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരാളെ ഐഡന്റിഫൈ ചെയ്യുന്നത് പേര് കൊണ്ടാണ്. അപ്പൊ യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടോട്ടൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അല്ലാതെ യേശു എന്നുള്ള നാമം, യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞേക്കുന്ന അവരെല്ലാം ഇറ്റ് ഈസ് എ ടോട്ടൽ റെവലേഷൻ അല്ലെങ്കിൽ ടോട്ടൽ ഐഡന്റിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇത് അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ടോട്ടൽ റെവലേഷൻ ഇൻ ദി ബൈബിൾ ആണ് യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ അങ്ങനെയൊന്നും മനസ്സിലാക്കിയില്ല, വലിയ കഷ്ടമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവന്റെ നാമത്തിൽ വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ എന്താ പോകും? അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ചൊക്കെ എന്തെല്ലാം റെവലേഷൻ ഈ ബൈബിളിലുണ്ടോ അത് വിശ്വസിച്ചാലേ രക്ഷപ്പെടുത്തുള്ളൂ. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള കാര്യം അവന്റെ നാമത്തിൽ വിശ്വസിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പസ്തലന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ നിന്റെ കരം നീട്ടണമേ. അവരുടെ പ്രാർത്ഥന അവന്റെ നാമത്തിൽ എന്ന് പറഞ്ഞേക്കുന്നത് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ. നമ്മൾ അങ്ങനെ അങ്ങ് ആയിപ്പോയി. 2-3 പേര് എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത്, എല്ലാവരും, ഞാൻ കരിസ്മാറ്റിക്കലായിരുന്നു അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്,
പെന്തിക്കോസുകാർ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മളും പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കും. 2-3 പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളെല്ലാം, അപ്പൊ നമ്മൾ ഹാപ്പിയായി, നമ്മൾ കർത്താവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയേക്കുക ആണോ? നമ്മൾ കർത്താവിന്റെ നാമത്തിലാണോ? ആണോ? കർത്താവിന്റെ നാമത്തിലല്ലെന്നല്ല ഞാൻ പറയുന്നത്. ആകണമെങ്കിൽ ദി വാട്ട് എവർ ഈസ് റിവീൽഡ് ഇൻ റിഗാർഡ് വിത്ത് ജീസസ്, അതിലൊന്ന് നമ്മൾ വായിച്ചു. പൗലോസ് പറഞ്ഞു, നിങ്ങൾ സദ്ബുദ്ധികളാകൂ, നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവേ ഇല്ല, ഇനി പാപം ചെയ്യരുത്. അപ്പോൾ ഇനി പാപം ചെയ്യില്ല എന്നുള്ള, ഇനി പാപം ചെയ്യാതെ മരണം വരെ നമ്മൾ ആരും ജീവിക്കില്ല, ഓഫ് കോഴ്സ്. അറ്റ് ദി സെയിം ടൈം ഇനി പാപം ഞാൻ ചെയ്യില്ല എന്ന് ജെന്യുവൻ ആൻഡ് സിൻസിയർ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാത്ത ഒരു മനുഷ്യനും യേശുവിന്റെ നാമത്തിലല്ല. നെവർ, ഇറ്റ് കനോട്ട് ബി. യേശു എന്നുള്ള പേരിന്റെ തന്നെ അർത്ഥം എന്താ? അപ്പൊ യേശുവിന്റെ നാമം എന്ന് പറയുന്നത് തന്നെ, അതാ ഞാൻ ഒന്നോടെ റിപ്പീറ്റ് ചെയ്യുക, എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ ഒരിക്കലും പാപം ചെയ്യില്ല എന്നുള്ള ഒരു സിൻസിയറിറ്റി ദൈവത്തിനെ അറിയുള്ളൂ. കാരണം ഞാൻ ഈ കത്തോലിക്കലായിരുന്നു കുമ്പസാരിച്ചിട്ടുണ്ട്. കുമ്പസാരത്തിന് വേണ്ടിയിട്ട് ഒരു ജപമുണ്ട്. കുമ്പസാരത്തിന്റെ ഇപ്പം മറന്നുപോയി, കുറേ വർഷമായതുകൊണ്ട്. എന്നാലും ചെറുതായിട്ട് ഓർമ്മിച്ചാൽ, എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ, ഇനി മേലിൽ ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു. ഈ ആഴ്ച കുമ്പസാരിക്കുമ്പോൾ ചെല്ലും, അടുത്ത ആഴ്ച കുമ്പസാരിക്കുമ്പോഴും ചെല്ലും, ഈ പിന്നത്തെ ആഴ്ച കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത എല്ലാ പാപങ്ങളുടെ ലിസ്റ്റുമായിട്ടാണ് പോകുന്നത്. അതല്ല, നോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഇനി ഞാൻ കർത്താവിനോട് ഡിസൊബേ ചെയ്യില്ല, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്യില്ല. ഞാൻ പാപം എൻ്റെ ജീവിതത്തിൽ ഞാൻ വിൽഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ ഐ പ്രിഫർ ടു ഡൈ. കർത്താവ്, ഞാനൊരു പാപം ചെയ്യാൻ എനിക്ക് ഇടവന്ന് ഈ ലോകത്തിൽ ജീവിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ജീവൻ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്ന് സിൻസിയറായിട്ട് പറയാത്ത അല്ലെങ്കിൽ കാക്ഷിക്കാത്ത ആർക്കും യേശുവിന്റെ നാമമായിട്ട് അബ്സല്യൂട്ട്ലി നോ റിലേഷൻ ഇല്ല. ഇത് വേറെ ഈ പറഞ്ഞ പോലെയുള്ള ഒരു നാമമുള്ളൂ. യേശുവിന്റെ നാമം, ഒത്തിരി ദൈവങ്ങളുടെ നാമമുണ്ട് ലോകത്തിൽ. പക്ഷെ യേശുവിന്റെ നാമം അവനെ കൈക്കൊണ്ട് മീൻസ് അക്സെപ്റ്റ് ചെയ്ത്. എന്താ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം? കർത്താവിന്റെ നാമം അക്സെപ്റ്റ് ചെയ്യണം. കർത്താവിന്റെ നാമം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി ടോട്ടൽ റെവലേഷൻ ഓഫ് ദി ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ജോൺ 1:18 വായിക്കുമ്പോൾ ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. നെവർ, നോബഡി. ഓക്കെ. പിതാവിന്റെ വശത്തിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവനെ വെളിപ്പെടുത്തിയതാ. അപ്പോ ദൈവത്തെ കുറിച്ചുള്ള റെവലേഷൻ ആണ് ഈ യേശുവിന്റെ നാമം എന്ന് പറയുന്നത്. ജോൺ ചാപ്റ്റർ 1 എന്നെടുത്ത് വായിച്ചാൽ മതി. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടാനും ജീവിതകാലം മുഴുവൻ നല്ലപോലെ ജീവിക്കാനും വേറെ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ലെന്നല്ല, അതിനകത്ത് എല്ലാം ഉണ്ട്. അപ്പൊ അതിൽ പറഞ്ഞേക്കുന്നത് 1:18 എന്താ പറയുന്നത്? ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ഇല്ല. അത് ആ ഇറ്റേണൽ ഗോഡ് അല്ലെങ്കിൽ ആ ഇസ്രായേലിന്റെ ദൈവം, അല്ലെങ്കിൽ നോർമലി ബൈബിളിൽ ആ പിതാവിനെ ഉദ്ദേശിക്കുന്നത് ആ ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷെ ആ ദൈവം വെളിപ്പെട്ടേക്കുന്നത് എങ്ങനെയാ? ത്രൂ ഹിസ് വേർഡ്. പാർട്ട് ബൈ പാർട്ടായിട്ട് പഴയ നിയമത്തിൽ കുറച്ച് ഫ്രാഗ്മെന്റ്സ് ഓഫ് റെവലേഷൻ ഉണ്ട്. ഓരോരുത്തരും വേർഡ് കിട്ടിയിട്ടുണ്ട്. ഐസയുടെ ഉണ്ട്, ജെറമിയ ഉണ്ട്. ഇങ്ങനെ കുറച്ച് വേർഡ് കിട്ടിയിട്ടുണ്ട്. നിയമത്തിൽ ദൈവത്തിന്റെ ക്യാരക്ടർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിയമം ദൈവത്തിന്റെ പെർഫെക്റ്റാ. നിയമം പെർഫെക്റ്റാന്ന് ബൈബിൾ പറഞ്ഞല്ലേ. ദൈവത്തിന്റെ വില്ല അത്, ദൈവത്തിന്റെ ക്യാരക്ടർ അത്. അപ്പം നിയമത്തിൽ ഒരാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് പറഞ്ഞേക്കുന്നത് ആ ദൈവത്തിന്റെ ഒപ്പീനിയൻ അത്. ഇപ്പൊ ആരും അങ്ങനെ പിടിച്ച് കൊന്നിട്ടല്ല, ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തേക്കുന്നത്. നമുക്ക് തിരുനാമത്തെ ദുഷിക്കുന്നവൻ വധിക്കപ്പെടണം. നമുക്ക് അത് എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല. ലെവിറ്റിക്കസ് 24 ആണെന്ന് തോന്നുന്നു. എടുത്തോ, ലേവ്യ പുസ്തകം 24 ഇല്ല ലേവ്യ. ഇസ്രായേൽക്കാരിക്ക് ഈജിപ്തുകാരനിൽ ജനിച്ച പുത്രൻ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ചെന്ന് പാളയത്തിൽ വെച്ച് ഒരു ഇസ്രായേൽക്കാരനുമായി ശണ്ട കൂടി. അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താ? പെട്ടെന്ന് പറഞ്ഞു വായിച്ചപ്പോ ഒരു ഇസ്രായേൽക്കാരി ഈജിപ്തുകാരനിൽ ജനിച്ച, അപ്പൊ ഇസ്രായേൽക്കാരി അവിടെ ജീവിച്ചപ്പോ ഇസ്രായേൽക്കാരനെ കാണുമ്പോ എന്ത് തീരുമാനിച്ചു? അത് ഈജിപ്തുകാരനെ കാണുമ്പോ എന്ത് തീരുമാനിച്ചു? കല്യാണം കഴിച്ചേക്കാന്ന് വിചാരിച്ചു. കാരണം ദൈവത്തിന്റെ പ്രമാണങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ കമ്മിങ് ജനറേഷൻ എങ്ങനെയാവുന്നൊന്നും അവൾ ചിന്തിച്ചില്ല. നോ, ഒരു ഇസ്രായേൽക്കാരിക്ക് ഈജിപ്തുകാരിൽ ജനിച്ച പുത്രൻ. അപ്പൊ ഈ ഇസ്രായേൽക്കാരിയെ കുറിച്ചോ ഈജിപ്തുകാരനെ കുറിച്ചോ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആരെ കുറിച്ചാ? പുത്രനെ കുറിച്ചാ. പുത്രൻ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ചെന്ന് പാളയത്തിൽ വെച്ച് ഒരു ഇസ്രായേൽക്കാരനുമായി ശണ്ട കൂടി. അപ്പൊ ഇവന് അപ്പൻ ഈജിപ്തുകാരനാ. അപ്പന്റെ ദൈവത്തോട് നല്ല ലോയൽറ്റി ഉണ്ട്.
കാരണം അങ്ങനെയൊക്കെയാണല്ലോ പിള്ളേർക്ക്. അങ്ങനെ അതുകൊണ്ടാണ് പിതാക്കന്മാരെ കർത്താവിനെ കുറിച്ചുള്ള വളർത്താൻ പറഞ്ഞിരിക്കുന്നത്. കാരണം പിതാക്കന്മാർക്ക് പിള്ളേരുടെ മേലെ ഇഫക്റ്റ്. അപ്പൻ അൻപോടെയാണ് പിള്ളേർ കൊള്ളിയാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ചോദിച്ചു, ഇസ്രായേൽക്കാരുടെ പുത്രൻ ദൈവത്തെ ദുഷിക്കുകയും ശപിക്കുകയും ചെയ്തു. ജനങ്ങൾ അയാളെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. അയാളുടെ അമ്മ ദാൻ ഗോത്രത്തിൽപ്പെട്ട ദിബ്രിയുടെ പുത്രിയായ ശലോമീലായിരുന്നു. നമുക്ക് വളരെ കുറച്ച് പെണ്ണുങ്ങളുടെ പേര് ബൈബിളിലുള്ള എന്താണ് ഇവളുടെ പേരോട് ചേർക്കും ഇല്ലേ? എങ്ങനെയാട്ടെ വായിച്ചു പോകും. കർത്താവിന്റെ തിരുവുള്ളം വ്യക്തമാക്കപ്പെടുന്നത് വരെ അവർ അയാളെ തടവിൽ പാർപ്പിച്ചു. ശരി, അപ്പൊ അതില്ല, മോശയ്ക്ക് അറിയില്ല. ഇതൊരു യുണീക് കേസാണ്. കാരണം ചെയ്തിരുന്ന കേസ് എന്താ? അതായത് യഹോവയെ ശപിച്ചു. കാരണം അപ്പന്റെ ദൈവം അവിടെയുള്ള കാളയും കാളക്കുട്ടിയും പശുവും കഴുതിയൊക്കെയാണ് അപ്പന്റെ ദൈവം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ, കാരണം അമ്മയുടെ ഒരു ചെറിയ ചായ കൊണ്ട് എന്നാലും ഈ ശണ്ട കൂടി കഴിഞ്ഞപ്പോ തനിസ്വഭാവം പുറത്തു വന്നു. തനിസ്വഭാവം പുറത്തു വന്ന് ഇസ്രായേലിന്റെ ദൈവത്തെ ദൂഷിച്ചു. അപ്പൊ തീരുമാനം അറിയാൻ വയ്യാത്തതുകൊണ്ട് കർത്താവിന്റെ തിരുവള്ളം വ്യക്തമാക്കപ്പെടുന്നവരെ അവർ അയാളെ തടവിൽ പാർപ്പിച്ചു. അപ്പോൾ വായിച്ചു നോക്കി 13. അപ്പോൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ശാപവാക്ക് പറഞ്ഞവനെ പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകുവിൻ. അയാളുടെ ദുർവചനം കേട്ടവരെല്ലാം അയാളുടെ തലയിൽ കൈവയ്ക്കണം. അനുഗ്രഹിക്കാനല്ല, കൈവയ്ക്കണം. സമൂഹം അയാളെ കല്ലെറിയട്ടെ. തന്റെ ദൈവത്തെ ദുഷിക്കുന്ന ഏതൊരുവനും അതിന്റെ പാപഭാരം വഹിക്കേണ്ടി വരും എന്ന് എല്ലാ ഇസ്രായേൽക്കാരെയും അറിയിക്കുക. കർത്താവിന്റെ നാമത്തെ ദുഷിക്കുന്നവൻ വധിക്കപ്പെടണം. സമൂഹം അയാളെ കല്ലെറിയണം. പ്രവാസിയോ സ്വദേശിയോ ആരായാലും തിരുനാമത്തെ ദുഷിക്കുന്നവൻ വധിക്കപ്പെടണം. നോക്ക്, ദാറ്റ് ഇസ് വിൽ ഓഫ് ദി ലോർഡ്. കാരണം മോശയ്ക്ക് അറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടത്. മോശ ദൈവത്തിന്റെ ഗീത അറിയുന്നിടം വരെ ദൈവം പറഞ്ഞു തിരുനാമത്തെ ദുഷിക്കുന്നവൻ വധിക്കപ്പെടണം. ദാറ്റ് ഇസ് വിൽ ഓഫ് ദി ലോർഡ്. നമുക്ക് ആർക്കും മാറ്റാൻ പറ്റുന്നില്ല. ശരി, എനിക്ക് അതുമായിട്ട് ഒരു പെങ്കൊച്ച് ഒരിക്കൽ പറഞ്ഞ ബൈബിൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല. ഇതിനോട് നമുക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് പോകും. എന്നാലും അത്ര വേണ്ടായിരുന്നു ദൈവത്തോട് പറയാൻ പറ്റും. ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. അവന് ഒരു ക്ഷമ കൊടുത്ത് നമ്മളെല്ലാം ആ ക്ഷമയിൽ ജീവിക്കുന്ന ഒരാളോ സാരമില്ല. അപ്പൊ തിരുനാമത്തെ ദുഷിക്കുന്നവൻ ശാപത്തിൽ വിറക് ഇറക്കാൻ പോയി. വേറൊരു പയ്യൻ ഭാര്യനെ സഹായിക്കാനായിരിക്കും ചിലപ്പോൾ വിറക് ഇറക്കാൻ പോയത്. തിരികെ വന്നും പിറ്റേന്റെ ദിവസം ഭാര്യയ്ക്ക് ഭർത്താവുണ്ടോ? ഇല്ല. then ശാപത്തിൽ ലംഘിച്ച കേസ് നമുക്ക് ദൈവത്തിന്റെ ഗീത. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇൻ ബിറ്റ്വീൻ നിയമം വന്നു, അതുകൊണ്ട് ദൈവത്തിന്റെ ക്യാരക്ടർ മാറിയിട്ടില്ല. സെയിം ടൈം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവം, ഇസ്രായേലിന്റെ ദൈവം, അല്ലെങ്കിൽ ഈ ദൈവത്തെ മനസ്സിലാക്കി നമ്മൾ ചിന്തിച്ചത് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് റൈറ്റ് കൊടുത്തു? ദൈവമക്കളാണ്. നമ്മൾ ഈ വിചാരിക്കുന്ന നമ്മുടെ നാമം അല്ല ബൈബിളിന്റെ നാമം. അതായത് ഇത് ടോട്ടൽ റെവലേഷൻ ഓഫ് ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. അതാ ഹിസ് നെയിം. അല്ല നമ്മൾ പറയുന്ന പോലെ ജാതികൾ ചിലപ്പോഴും ചെയ്യുന്ന ചെയ്തെന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ രക്തം 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 എന്ന് പറയുന്നത് അല്ലലിയ എന്ന് പറയുന്നതൊക്കെ കളി തമാശ ഒന്നും അല്ല ബൈബിളിലെ കേസ്. അല്ലെങ്കിൽ സദാ നിന്റെ നാവിൽ സദാ സ്തോത്രം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞേക്കുന്ന കാരണം കൊണ്ട് എന്ത് ചെയ്യും? സ്തോത്രം. ഈ പ്രസ്ഥാനം അല്ല ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഹീബ്രൂസിൽ പറഞ്ഞിട്ടുണ്ട് സ്തോത്രയാഗം എന്ന അതരഫലം. ഒരു വേർഡോടെ ഉണ്ട് ഇടയ്ക്ക്, നിരന്തരം. അതുകൊണ്ട് നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? സ്തോത്രം എന്ന് പറഞ്ഞു. നമുക്ക് ഇതുപോലെയുള്ള തമാശോ അല്ലെങ്കിൽ ഹൂളിഗാനിസോ ഒന്നും അല്ല ബൈബിളിലെ ക്രിസ്ത്യാനിറ്റി. എൻ്റെ അടുത്ത് ഇവിടെ വന്ന ഒരാൾ പറഞ്ഞു, എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ അതൊരു ധ്യാനഗുരു പറഞ്ഞു. അതായത് നമ്മൾ എപ്പോഴും ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കർത്താവിന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കണം? ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ദൈവത്തിന് ഭയങ്കര ഇതാണ്. ഈ ദൈവത്തെ കുറിച്ച് എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഹല്ലേലൂയ എന്ന് പറഞ്ഞ ദൈവത്തിന് സന്തോഷമാകുമോ? അത് ഹീബ്രു, അത് മലയാളത്തിൽ പറഞ്ഞോട്ട് ഇഷ്ടപ്പെടുകയില്ല. നമുക്ക് we are to shiver in front of the Lord. We are to shiver. വിറക്കേണ്ടിയിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ. നമുക്ക് ആ മനുഷ്യനോട്, ആ തിരുനാമത്തെ ദുഷിച്ച മനുഷ്യനോട് അവന്റെ അപ്പനും അമ്മയ്ക്കും ഉള്ളേക്കാൾ കനിവ് ദൈവത്തിനില്ലേ? നമുക്ക് പാപം ചെയ്താൽ ഒരേടത്തും രക്ഷപ്പെടില്ല എന്നുള്ളൊരു മെസ്സേജ് ദൈവം അതിൽ നിന്ന് നമുക്ക് തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ഈ യേശു ക്രിസ്തു, അതായത് ഹി വാസ് പ്രീ എക്സിസ്റ്റിംഗ്, കോ എക്സിസ്റ്റിംഗ്, ഇൻ ഹിം വാസ് ലൈഫ്. ആ ലൈഫ്, അപ്പൊ നമുക്ക് എല്ലാവർക്കും എറ്റേണൽ ലൈഫ് ഉണ്ട്. ഈ ലൈഫ് പാപം ചെയ്തെല്ലാം നഷ്ടപ്പെടുത്തി നമ്മളെല്ലാം പാപത്തിന്റെ അധീനതയിൽ കിടക്കുകയാണ്. ഈ പാപത്തിന് പരിഹാരം വരുത്തിയത് ഈ വേർഡാണ്.
പാപത്തിന് പരിഹാരം വരുത്തി ആ പാപപരിഹാരം നമ്മൾ വാങ്ങിച്ചില്ല എങ്കിൽ നമ്മൾ ഈ അന്ധകാരത്തിലേക്ക് അല്ലെ അന്ധകാര ശക്തിയിലേക്ക് എറ്റേണലായിട്ട് വിൽ ബി ത്രോൺ അവേ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അതിനപ്പുറമുള്ള റെവലേഷൻസ് വിശ്വസിക്കേണ്ടതല്ല, ഈ ഒരു കണ്ടീഷൻ നമുക്ക് ബേസിക് ആയിട്ടുണ്ടെങ്കിലേ നമ്മൾ നിത്യജീവൻ പ്രാപിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ, അവന്റെ നാമം എന്ന് പറയുന്നത് ടോട്ടൽ റെവലേഷൻ ഓഫ് ഗോഡ് ഇൻ ദി സ്ക്രിപ്ചർ ആണ്. അത് കൈക്കൊള്ളുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. അത് കൈക്കൊള്ളാതെ നമ്മളോട്ട് രക്ഷിക്കപ്പെടുകയില്ല. പ്രാർത്ഥിക്കും. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, പകരം